ഹായ് ഫ്രണ്ട്സ്, ഷീത എക്സ്പ്ലോറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഷാർജയിലുള്ള ആസ്റ്റർ ക്ലിനിക്കിന് മുന്നിലാണ്. ഇപ്പോൾ ലേഡീസിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് ഗൈനക്കോളജി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണെങ്കിലും പ്രശ്നങ്ങളും നമുക്ക് ഒരുപാട് സംശയങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഉള്ളൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അതിനെല്ലാം ഉള്ളൊരു ഉത്തരം ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ തരുന്നതായിരിക്കും. ഇതിനു വേണ്ടി ഞാൻ കാണാൻ പോകുന്നത് ഡോക്ടർ പ്രീത വിനോജിനെയാണ്. ഏകദേശം 22 വർഷത്തോളമായിട്ട് ഈ ഗൈനക്കോളജി മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. അപ്പം നമുക്ക് ഡോക്ടറെ കാണാം, അകത്തേക്ക് പോകാം. ഇപ്പം നമ്മൾ ഡോക്ടറുടെ അടുത്തെത്തി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡോക്ടറെ പരിചയപ്പെടാം. ഹായ് ഡോക്ടർ. ഹായ് ശരി. അപ്പോൾ നമുക്ക് ഡോക്ടറെ പരിചയപ്പെടാം. ഡോക്ടർ തന്നെ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. ഞാൻ ഡോക്ടർ പ്രീത വിനോജ്. ഇപ്പം 22 വർഷമായി പ്രാക്ടീസ് ചെയ്യുന്നു. ഗൾഫിൽ വന്നിട്ട് ഓൾമോസ്റ്റ് 19 ഇയേഴ്സോളം ആയി. എല്ലാവർക്കും ഗൈനക്കോളജി എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലേക്ക് വരുന്നത് ഒരു പ്രഗ്നൻസി ടൈം. അപ്പോഴാണ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കുട്ടി പീരീഡ്സ് ആകുമ്പോൾ, ഇപ്പോൾ പീരീഡ്സിന് ഒരു ടൈം ഉണ്ടല്ലോ. ഇപ്പോൾ ചില കുട്ടികൾ നമ്മൾക്ക് കേൾക്കാം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു 4th സ്റ്റാൻഡേർഡിലൊക്കെ പീരീഡ്സ് ആയി തുടങ്ങി. പിന്നെ അതല്ല, ചിലർക്കാണെങ്കിൽ വരാനായിട്ട് ലേറ്റ് ആവുന്നതും കേട്ടിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ഏത് ടൈമിലാണ് നമ്മൾ പീരീഡ്സ് കറക്റ്റ് വരേണ്ട ഒരു ഏജ് എപ്പോഴാണ്, അതല്ല നമ്മൾ ആ സമയത്ത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്യണോ, എന്താണെന്നുള്ളതൊന്ന് ക്ലിയർ ചെയ്ത് പറയണം. ഒരു ഏജ് പറയാനാണെങ്കിൽ സാധാരണ നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ പറയുന്നത് 11 ഇയേഴ്സ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് അങ്ങനെ ഒരു ഏജിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ഞാനിവിടെ കാണുന്നത് ചിലപ്പം മിക്കവാറും പാരൻസ് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് കൊണ്ടുവരുന്ന 8 വയസ്സുള്ള ഒരു കുട്ടീനെ അല്ലെങ്കിൽ 9 വയസ്സുള്ള കുട്ടീനെ ആദ്യമായി പീരീഡ്സ് ആയി എന്ന് പറഞ്ഞ് ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടാണ് എൻ്റെ അടുത്ത് വരാറുള്ളത്. അപ്പം നമുക്കൊരു ഏജ് എന്ന് പറഞ്ഞത് ഇന്നത്തെ സിറ്റുവേഷനിൽ പറയാൻ പറ്റില്ല. ബേസിക്കലി നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം കൂടി, അപ്പം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഉണ്ട് ഒത്തിരി. അപ്പം ഈ ഒരു മെനാർക്കി എന്ന് വെച്ചാൽ പീരീഡ്സ് ആദ്യം തുടങ്ങുന്നതിനെ നമ്മൾ മെനാർക്കി എന്നാണ് പറയുന്നത്. ആ മെനാർക്കി ഒന്ന് കുറച്ച് റിസീഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വെദർ ഇറ്റ്സ് ഫോർ ഗുഡ് ഓർ ബാഡ് എന്ന് വി ഹാവ് ടു വെയിറ്റ് ആൻഡ് സീ. പക്ഷേ എന്ത് തന്നെ ആണെങ്കിലും നമുക്കൊരു ഡീവിയേഷൻ വരുന്നത് ഒരു നല്ല കാര്യമല്ല എങ്കിൽ കൂടി നമുക്ക് അതിനെ കുറച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ നമുക്കത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാം. പക്ഷേ നമുക്കുള്ള ഒരു ഫുഡ് ഹാബിറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു. അതല്ല, നമുക്കിങ്ങനെ ചിലർക്ക് പാരമ്പര്യമായിട്ട് അങ്ങനെയുള്ള ഇഷ്യൂസ്, ഹോർമോൺ പ്രോബ്ലംസ് അങ്ങനെയൊക്കെ ഉള്ളത് അതുകൊണ്ടും ഇങ്ങനെ വരാറുണ്ട്. പിന്നെ നമുക്ക് പേരൻസിന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പേടി വരുന്നത് കൊച്ചു കുട്ടികളാകുമ്പോൾ അവരെ ഇതിൻ്റെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, അവരെങ്ങനെ ഇത് എടുക്കും എന്നുള്ളൊരു ടെൻഷനും കൂടില്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്കൊന്ന് ആ ഒരു ടൈമിൽ എങ്ങനെ ഇത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും? ഇപ്പം 8 ഇയേഴ്സ് 9 ഇയേഴ്സ് ഒരു കുട്ടീനെ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ വളരെ ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ പാരൻസ് വന്ന് എന്നോട് പറയുന്ന ഡോക്ടറെ ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കുട്ടീനെ സ്കൂളിൽ വിടാൻ തന്നെ എന്നാണ്. പക്ഷെ നമുക്ക് ഈ ഗൾഫ് കൺട്രീസിലുള്ള നമുക്കൊരു അഡ്വാൻറ്റേജ് ഉള്ളത് സ്കൂൾസിൽ നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അതൊരു 4th ഗ്രേഡ് വെച്ച് തന്നെ എല്ലാ ഗേൾസ് സ്കൂൾസിലും അവർ കൗൺസിലേഴ്സ് വന്നിട്ട് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, മെനാർക്കി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചേഞ്ചസ് ഉണ്ടാകുന്നതാണ്, അതൊരു നോർമൽ പ്രക്രിയയാണ്, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണിൻ്റെ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. മിക്കവാറും നമ്മൾ പാരൻസ് ആയാൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ മടിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അത് നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നത് അതൊരു വലിയ ബെനിഫിറ്റായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ.
ചെയ്യാനായിട്ട്. മിക്ക സ്കൂളിലും ഇപ്പോൾ കൗൺസിലേഴ്സ് ഉണ്ട്. പിന്നെ പോരാത്തതിന് അവരോരോ സെഷൻസ് അറേഞ്ച് ചെയ്തിട്ട് കുട്ടികൾക്ക് നല്ലൊരു നോളേജ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ മിക്ക കുട്ടികളും അവർക്ക് നല്ലൊരു നോളേജ് ഉണ്ട് ഇതിനെക്കുറിച്ച്. പണ്ടത്തെ കാലത്തെ പോലെയൊന്നുമല്ല. പണ്ടത്തെ കാലത്ത് കുട്ടികൾ സർപ്രൈസ്ഡ് ആയിരിക്കും അവർ ആദ്യമായിട്ട് ഇങ്ങനെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്കറിയാം, അവർ ആക്ച്വലി വെയിറ്റ് ചെയ്ത് ദേ വിൽ ബി ലുക്കിംഗ് ഫോർ എപ്പോഴാണ് ഞാൻ വലുതാവുന്നത്, അല്ല എൻ്റെ ഫ്രണ്ട്സിനെല്ലാം പീരീഡ്സ് ആയി എനിക്ക് എന്തേ ആവുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ കുട്ടികൾ സാധാരണ ആലോചിക്കാറുള്ളത്. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ആങ്സൈറ്റി പാർട്ട് പണ്ടത്തെ അത്ര ഇല്ല എന്ന് തന്നെ പറയാനായിട്ട്. പിന്നെ കെയറിങ്, പിന്നെ അവരും 8 വയസ്സാകുമ്പോൾ കൊച്ചു കുട്ടികളാണല്ലോ, നമുക്കൊരു ലിമിറ്റുണ്ട് അവരെ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആസ് എ പാരൻറ്റ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടേ. സാധാരണ പാരൻസ് ഇവിടെ ഭയങ്കര ആങ്സൈറ്റിയായി വീട്ടിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയാണ് ഇവിടെ എത്താറുള്ളത്. അതിന് പകരം നമ്മൾ കുറച്ചൊന്ന് കൂളായിട്ട് കുട്ടികളെ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കി. എല്ലാ പിള്ളേരും നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞാലൊന്നും മനസ്സിലാവുന്നില്ല, അവർക്ക് അതിൻ്റെ ഭവിഷ്യത്തുകളും അതിൻ്റെ ഒന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു കുറച്ചൊരു പേഷ്യൻ്റായിട്ട് ഇരുന്ന് അവർക്കൊരു 1-2 മാസം പിള്ളേരെ ഫോളോ ചെയ്ത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ സാധാരണ ഈ ഒരു ആങ്സൈറ്റി മാറിക്കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം നമ്മൾ നേരത്തെ പീരീഡ്സ് ആവുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പം 14 വയസ്സ് കഴിഞ്ഞിട്ടും പീരീഡ്സ് ആയിട്ടില്ല, അങ്ങനെയുള്ളവർ എപ്പോഴാണ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത്, ഏത് സമയത്താണ്? അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? 14 വയസ്സ് കഴിഞ്ഞ് പീരീഡ് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ആങ്സൈറ്റി വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്ന് കെയർഫുൾ ആയിരിക്കണം. പക്ഷേ നമുക്ക് എടുത്തു ചാടി ഇൻവെസ്റ്റിഗേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഏജ് അല്ല. ചില ആളുകൾക്ക് ജെനറ്റിക് ആയിട്ട് തന്നെ ചിലപ്പോൾ ആ കുട്ടി, ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി 14 ഇയേഴ്സ് വരെ പീരീഡ് വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫാമിലി ഹിസ്റ്ററി ഒന്ന് അതിൻ്റെ പാരൻസിനെ വിളിച്ച് ചോദിച്ചു നോക്കുക. ഫോർ എക്സാമ്പിൾ അമ്മയ്ക്ക് ചിലപ്പോൾ ആ കുട്ടിയുടെ അമ്മ പീരീഡ് ആയത് 15 വയസ്സിലായിരിക്കും, ചിലപ്പോൾ 16 വയസ്സിലായിരിക്കും. അപ്പോൾ ഒരു 16 ഇയേഴ്സ് വരെ നമ്മുടെ കയ്യിൽ സമയമുണ്ട്. പക്ഷേ നമ്മൾ ഈ 14 to 16 ഇയേഴ്സിൽ നമ്മൾ കുട്ടീനെ ജസ്റ്റ് ഒന്ന് ജനറൽ ഒരു എക്സാമിനേഷൻ ചെയ്യുക, കുട്ടികളെ പാനിക് ആക്കാതിരിക്കുക. കാരണം ഈ ഒരു ഏജ് എന്ന് പറയുമ്പോൾ കുട്ടികളൊക്കെ മിക്കവാറും 10ാം ക്ലാസ് 9ാം ക്ലാസ്സിൻ്റെ സ്റ്റേജ് ആയിരിക്കും. അവർക്ക് അല്ലെങ്കിൽ തന്നെ സ്റ്റഡീസിൻ്റെ ഒരു ടെൻഷനിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അവർക്ക് ടെൻഷൻ കൊടുക്കാതെ റീഅഷ്യൂറൻസ് നമ്മൾ മാക്സിമം കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുക. പിന്നെ ഉള്ളത് ഈ ഹിസ്റ്ററി എടുക്കുക. വീട്ടിലെ ജനറ്റിക്കായിട്ട് പാരൻസിനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മയുടെ സിസ്റ്റേഴ്സിനോ ആരെങ്കിലും ഇങ്ങനെ ലേറ്റായിട്ട് വന്നവരുണ്ടെങ്കിൽ അതൊരു ഡെഫിനറ്റ് ഒരു പോസിബിലിറ്റിയാണ്, അത് റൂൾ ഔട്ട് ചെയ്തിരിക്കണം. ആ ഒരു ഏജ് ഒരു 16 വരെ എത്തിയിട്ടും ഒരു റെസ്പോൺസും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ 16 വരെ എല്ലാവരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 14 ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കൊണ്ടുവന്ന് ഒരു ജനറൽ എക്സാമിനേഷൻ, നമ്മൾ കൂടിയ ടെസ്റ്റുകളും ഹോർമോണൊന്നും ചെയ്യിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കുട്ടിയുടെ ജനറൽ ഓവറോൾ ഗ്രോത്ത് ഒന്ന് അസസ് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. മിക്കവാറും കുട്ടികൾ, എനിക്ക് അങ്ങനെ തന്നെ എൻ്റെ എക്സ്പീരിയൻസിൽ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് 14 ഇയേഴ്സൊക്കെ ആയപ്പം. ഞങ്ങൾ വെയിറ്റ് ചെയ്തതിന് ഡെഫിനറ്റായിട്ട് ഒരു പോസിറ്റീവ് റിസൾട്ട് ബിഫോർ 16 ഇയേഴ്സ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ദേ വർ ഓൾ വെരി ഹാപ്പി. കാരണം നമ്മൾ അൺനെസസറി ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ചെയ്യാതെ തന്നെ വിത്ത് റീഅഷ്യൂറൻസ് നമ്മൾ മാക്സിമം സപ്പോർട്ടാണ് കൊടുക്കാനുള്ളത്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇൻവെസ്റ്റിഗേഷനോ കൂടുതൽ ടെസ്റ്റുകൾക്കോ അല്ല, പക്ഷേ നമുക്ക് ആ ഒരു ഫസ്റ്റ് ലുക്ക്, ഞാൻ പറഞ്ഞ ഒരു 14 ഇയേഴ്സ് ആകുമ്പോൾ കുട്ടിയെ കൊണ്ടുവന്ന് നമ്മൾ ഫസ്റ്റ് ലുക്കിൽ നമുക്കൊരു ഡെഫിനറ്റ് അബ്നോർമാലിറ്റി ഒരു ഫീൽ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആ സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഒന്നുമില്ല, ചില കുട്ടികൾക്ക് ടോട്ടലി അബ്നോർമൽ ആയിരിക്കും, പക്ഷെ കാണാൻ ഒരു അബ്നോർമാലിറ്റിയും കാണാത്ത കേസസും ഉണ്ട്, അത് എക്സെപ്ഷൻസ് ആണ്. നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, പക്ഷെ അത് 16 ശേഷമേ കാര്യമായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളൂ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ഇങ്ങനെ പീരീഡ്സ് വരാത്തതിനെ പറ്റിയിട്ട് സംസാരിച്ചു. അപ്പോൾ ഇനി ഇതിങ്ങനെ വരാത്ത കുട്ടികളുണ്ടോ? അതല്ല, നമ്മൾ ഈ 16 ഇയേഴ്സ് കഴിഞ്ഞിട്ടും ഇങ്ങനെ വരാതിരിക്കുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഉണ്ടോ? 16 വയസ്സ് കഴിയുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഡെഫിനറ്റ് ആയിട്ടും ചെയ്തിരിക്കണം. അതിൽ ബേസിക് എന്ന് വെച്ചാൽ നമ്മൾ ജനറൽ എക്സാമിനേഷൻ, കുട്ടീനെ ഹെഡ് ടു ഫുട്ട് എക്സാമിനേഷൻ, ഗ്രോത്ത്, കുട്ടിയുടെ ബ്രസ്റ്റ് ഗ്രോത്ത്, പ്യൂബിക് ഹെയർ ഗ്രോത്ത്, ആക്സിലറി ഹെയർ ഗ്രോത്ത്, ഇതിനൊക്കെ ഞങ്ങൾക്ക് പല സ്റ്റേജിങ്ങും ക്രൈറ്റീരിയാസും ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു ജനറൽ എക്സാമിനേഷൻ ചെയ്ത ശേഷം അൾട്രാസൗണ്ട് ചെയ്യും. കുട്ടിക്ക് യൂട്രസ് ഉണ്ടോ, ഓവറീസ് ഉണ്ടോ, ഇതൊന്നും ഇല്ലാതെ ഉണ്ടാവുന്ന കുട്ടികളും ഉണ്ട്. ഇത് പക്ഷേ കോമൺ അല്ല, റെയറാണ്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഇല്ല എന്നല്ല, നമ്മൾക്ക് കാണാൻ പറ്റും. ചില കുട്ടികൾ ഇങ്ങനെ ജനിക്കാറുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നത് പ്രൈമറി അമിനോറിയ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോസസ്, ചില പ്രൈമറി അമിനോറിയ മോസ്റ്റ്ലി കേസസ് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു കേസ് ആവാനാണ് സാധ്യത. ഇനി ചില കുട്ടികൾക്ക് ഒരു ഡിലേഡ് ആയിട്ട് വരുന്ന ആളുകൾക്കാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് മിക്കവാറും ആളുകൾക്ക് പീരീഡ്സ് കിട്ടാറുണ്ട്. പീരീഡ്സ് ആയ കുട്ടികൾ ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും പാഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ എത്ര ടൈമിനുള്ളിൽ ചേഞ്ച് ചെയ്യണം? എങ്ങനെയാണ് അവർ ഹൈജീനിക്കായിട്ടത് മുന്നോട്ട് പോകേണ്ടത്? പാഡ് ചേഞ്ച് ചെയ്യണം നമ്മളൊരു ഫിക്സഡ് ടൈമിംഗ് അല്ല, ഡിപ്പെൻസ് ഓൺ ദ ഫ്ലോ.
ഓക്കെ, ഓരോ ആളുകൾക്കും ഫ്ലോ രീതിയിൽ വ്യത്യാസങ്ങളായിരിക്കും. ചില ആളുകൾക്ക് വളരെ ആദ്യത്തെ 3 ദിവസങ്ങളിൽ ഭയങ്കര ഹെവി ഫ്ലോ കാണും, ചിലവർക്ക് തീരെ ഫ്ലോ കാണത്തില്ല. അപ്പം കുറച്ചൊക്കെ നമ്മുടെ ഒരു ഫ്ലോ പാറ്റേൺ നോക്കിയിട്ട് ഓവർ ഫ്ലോ ആവാതെ, അതായത് അറ്റ്ലീസ്റ്റ് ഒരു 4 to 6 hours മിനിമം ഒരു പാഡ് ചേഞ്ച് ചെയ്തിരിക്കണം. പക്ഷേ ഹെവി ഫ്ലോ ഉള്ള ഒരാളാണെങ്കിൽ ഈ 4 to 6 hours വരെ വെയിറ്റ് ചെയ്യരുത്. നമ്മുടെ ഒരു പാഡ് ഫുള്ളാവുന്ന സമയത്ത്, ദാറ്റ് ഈസ് എ ക്രൈറ്റീരിയ, ഫുള്ളാവുന്ന സമയത്ത് നമ്മൾ മാറ്റുക. പക്ഷേ ഈ കുറഞ്ഞ ഫ്ലോ ഉള്ള ആൾ എൻ്റെ പാഡ് ഫുള്ളായില്ല എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നതും അഡ്വൈസബിൾ അല്ല. മിനിമം നമുക്ക് ബ്ലീഡിങ് അധികം ഇല്ലെങ്കിലും മിനിമം ഒരു 4 to 6 hours ആകുമ്പോഴത്തേക്ക് നമ്മളത് മാറ്റുന്നതാണ് നല്ലത്. പാഡ് യൂസ് ചെയ്യുന്നതാണോ അതോ മെൻഷർ കപ്പ് യൂസ് ചെയ്യുന്നതാണോ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്? ഹൈജീനിക് ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടും ഹൈജീനിക്കാണ്. പിന്നെ ഡിപ്പെൻസ് ഓൺ നമ്മളെ എത്രത്തോളം നമ്മൾ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഡിപ്പെൻഡ് ചെയ്യും. എന്നാലും കുട്ടികളുടെ കേസിൽ ഞാൻ ഒരിക്കലും മെൻസ്ട്രൽ കപ്പ് ഞാൻ കൂടുതൽ ഫേവർ ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ ക്ലീനിങ്ങും ഇൻസേർഷൻ അതെല്ലാം ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. പാഡാണ് ഇറ്റ്സ് വെരി ഈസി ടു ഡിസ്കാർഡ് ഇറ്റ്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ടൈം ഇൻ്റർവെൽ അവർക്കൊരു ബ്രേക്ക് കിട്ടുമ്പോൾ തന്നെ ക്ലാസ് ടൈം ഓടിപ്പോയിട്ട് അവർക്ക് ചേഞ്ച് ചെയ്യാം. മറ്റേതാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. ക്ലീനിങ് സ്റ്റെറിലൈസേഷൻ എല്ലാം ഉള്ളതുകൊണ്ട് കുട്ടികളുടെ കേസിലില്ല. ഫോർ മാരീഡ് വുമൺ ഇറ്റ്സ് ദെയർ ചോയ്സ് ബേസിക്കലി. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ആദ്യമായിട്ട് അവർ തമ്മിലൊരു റിലേഷനൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കേൾക്കാം. അപ്പോൾ അതിന് ഡോക്ടർ ഭാഷയിൽ തന്നെ വേറെ എന്തോ ഒരു പേരുണ്ടെന്നറിയാം. അപ്പോൾ അത് വരുമ്പോൾ പലരും വിചാരിക്കും പ്രഗ്നൻ്റ് ആണ് എന്നുള്ള ഒരു അതേ സെയിം സിംറ്റംസ് ഒക്കെയാണ് വരാറ്. ക്ഷീണം, തളർച്ച, പിന്നെ ചിലർ പറയുന്ന കേൾക്കാം ഇങ്ങനെ ഡിസ്ചാർജ് ഒരുപാട് വരാറുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞു വന്നത് ഹണിമൂൺ സിസ്റ്റൈറ്റിസിനെ കുറിച്ചാണ്. അത് വളരെ കോമൺ ആണ് കല്യാണം കഴിഞ്ഞ സമയത്ത്. അത് ആദ്യമായിട്ട് സെക്ഷൽ റിലേഷനിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് അവർക്ക് പ്രോപ്പറായിട്ട് അതിനെപ്പറ്റിയുള്ള ക്ലെൻസിങ്ങും ഹൗ ഓഫൺ വാഷിങ്, ക്ലീനിങ് അതൊന്നും അറിയാത്തതുകൊണ്ട് പറ്റുന്ന ഒരു ഫ്രീക്വൻ്റ് ആണ്, വളരെ കോമൺ ആണ്. എത്ര നമ്മൾ വൃത്തിയുണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പം ഫുൾ ടൈം ടോയ്ലറ്റിൽ പോയി ക്ലീൻ ചെയ്യുന്ന ഒരാളായിരിക്കും. ബട്ട് സ്റ്റിൽ ആ ഒരു പ്രോപ്പർ ഹൈജീനിക് ഒരു വാഷ് കിട്ടാത്തപ്പം യൂഷ്വലി വരുന്നതാണ്. അതേ ആ ഇനീഷ്യൽ ഫേസിൽ മാത്രമേ കാണുള്ളൂ. യൂഷ്വലി ദേ റെസ്പോണ്ട് വെരി വെൽ വിത്ത് അഡ്വൈസസ് ആൻഡ് പേഴ്സണൽ ട്രീറ്റ്മെൻറ്റ്. ഫ്രീക്വൻ്റ് ആയിട്ട് പിന്നെ ചില ആളുകൾക്ക് യൂറിനറി ഇൻഫെക്ഷൻ റെക്കറൻ്റ് ആയിട്ട് വരാം. അപ്പോൾ അത് നമ്മൾ 2 പാർട്ട്നേഴ്സും ലൈക്ക് പ്രോപ്പറായിട്ട് ഹൈജീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇഷ്യൂസ് വരാറില്ല. അതിനൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഓഫ് കോഴ്സ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്യണം. ആൻറ്റിബയോട്ടിക് ആണെങ്കിൽ കൊടുക്കണം. ചില ആളുകൾക്ക് ഫംഗൽ ഡിസ്ചാർജസ് ഒക്കെ ധാരാളം വരാൻ സാധ്യത. അതെ. വൈറ്റ് ഡിസ്ചാർജ് ബേസിക്കലി പല ടൈപ്പ് ഉണ്ട്. ചില ആളുകൾ വൈറ്റ് ഡിസ്ചാർജ് കൊണ്ട് വരുന്നത് ചിലപ്പോൾ നമ്മുടെ നോർമൽ വെജൈനൽ ഡിസ്ചാർജിന് പോലും കംപ്ലയിൻ്റ് ആയിട്ട് വരാറുണ്ട്. പിന്നെ ചില ആൾക്ക് വൈറ്റ് ഇസ് ചോക്കി വൈറ്റ് കളർ, ചില ആളുകൾക്ക് ഗ്രീനിഷ് ഡിസ്ചാർജ്, യെല്ലോയിഷ് ഡിസ്ചാർജ്, ചിലർക്ക് ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്, ഇങ്ങനെ പല രീതിയിൽ ഡിസ്ചാർജസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഡെഫിനറ്റായിട്ടും സ്വന്തമായിട്ട് വെച്ചുകൊണ്ടിരിക്കാതെ സെൽഫ് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് എന്താണെന്ന് വെച്ച് അത് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഒരു പെൺകുട്ടി മാരീഡ് ആവേണ്ടത് ഏത് സമയത്താണ്, കറക്റ്റ് ഒരു ഏജ്? ഞാനിതിന് ഉത്തരം പറഞ്ഞാൽ ഇപ്പോഴത്തെ പെൺകുട്ടികൾ ചിലപ്പോൾ എന്നെ എടുത്തിട്ട് ഓടിച്ചാടിക്കും. കാരണം നമ്മൾ പറയുന്നത് ഐഡിയലി ഫസ്റ്റ് പ്രഗ്നൻസി നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 24 വയസ്സിനകത്താണ്. അപ്പോൾ 24 വയസ്സിനകത്ത് പ്രസവം കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞതൊരു 22 കല്യാണം കഴിച്ചിരിക്കണം. പക്ഷെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിലും ഇന്നത്തെ ലൈക്ക് അവരുടെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് കൂടി കുട്ടികൾ കൂടുതലും കോൺഫിഡൻ്റ് ആണ്, അവർക്ക് സെൽഫ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നിട്ടേ കല്യാണം കഴിക്കുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു ഏജ് ഫാക്ടറിന് ഒരു ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പലതും പറയും, പക്ഷേ നമ്മുടെ ലൈഫ് അതല്ലല്ലോ. ഓരോരുത്തരും നമുക്ക് എത്രയായാലും പെൺകുട്ടികൾ ഒരു കോൺഫിഡൻ്റ് ആവണം, അവരൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവർക്കൊരു സെൽഫായിട്ട് അവർക്കൊരു കല്യാണം കഴിക്കാൻ ഒരു ഫീല് വരണം. അതാണ് ഏറ്റവും റൈറ്റ് ഏജ് എന്നാണ് എൻ്റെ അഭിപ്രായം. അവർക്ക് എന്ന് അവർ കോൺഫിഡൻ്റ് ആവുന്നു, ഞാൻ റെഡിയാണ് ഫോർ മാരേജ്, ഞാൻ കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടാവാൻ എനിക്കൊരു ഏജ് റെഡിയാണെന്ന് തോന്നുന്ന സമയമാണ് ഇറ്റ്സ് എ റൈറ്റ് ഏജ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ലൈഫൊക്കെ സെറ്റിലായിട്ട് ഒരു 30-35 ഒരു കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ഇപ്പോൾ ഏജ് പറഞ്ഞല്ലോ 22-24 ആണ് ഏറ്റവും നല്ലൊരു പ്രായം എന്ന്. അപ്പോൾ അവർക്കുണ്ടാകുന്നതിനെക്കാട്ടിലും ബുദ്ധിമുട്ടുകൾ കൂടുതലായിരിക്കുമോ ഇവർക്ക്? അപ്പോൾ അതെന്തൊക്കെയാണ് നമ്മൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ അതെന്ത് കോംപ്ലിക്കേഷനാണ് ഉണ്ടാവാറെന്നുള്ളതും, പിന്നെ അതുപോലെ അവർക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളതും കൂടി ഒന്ന് പറയണം. അമ്മമാരുടെ പ്രായം കൂടുന്ന അനുസരിച്ച് കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ പണ്ട് കാലത്തൊന്നും ഇതിനൊന്നും ഇൻവെസ്റ്റിഗേഷൻസും ഒന്നും ഇല്ല, നമുക്ക് കണ്ടുപിടിക്കില്ല. മിക്കവാറും പ്രസവം കഴിഞ്ഞ് കുട്ടിയെ കയ്യിൽ കിട്ടുമ്പോഴാണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നത്.
പക്ഷേ ഇന്നിപ്പോൾ സയൻസ് നല്ല രീതിയിൽ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വളരെ ഏർലി തന്നെ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം കണ്ടുപിടിക്കും. ആസ് ഏർലി ആസ് 11 വീക്സ് നമ്മൾ 11ാമത്തെ ആഴ്ചയിൽ ഒരു ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ എന്നൊരു സ്കാൻ ചെയ്യുന്നുണ്ട്. അതിൽ വെച്ച് തന്നെ നമ്മൾക്ക് വളരെ ഏർലി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ. ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അഡ്വാൻസ് ടെസ്റ്റുകൾ പലതും അവൈലബിൾ ആണ് ഇപ്പം. അപ്പം അങ്ങനത്തെ പരിശോധനകളെല്ലാം ചെയ്യുന്നത് നമ്മളിപ്പോൾ റുട്ടീൻ പ്രഗ്നൻസി 35 വയസ്സെന്നില്ല, ഇവിടുത്തെ റൂൾ പ്രകാരം റുട്ടീൻ സ്ക്രീനിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഈ 20 വയസ്സുള്ള ഒരു കുട്ടി ആദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് റുട്ടീൻ സ്ക്രീൻ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ള അഡ്വാൻറ്റേജ് അതാണ്. പക്ഷേ മിക്ക ആളുകളും 20 വയസ്സേ ഉള്ളൂ, അപ്പോൾ ഈ ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ ഈ ഡോക്ടർ എന്തിനാണ് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നതെന്നാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്കൊരു സ്ക്രീനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാം. പിന്നെ ഏജ് കൂടുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് 35 കഴിഞ്ഞ ആളുകൾക്ക് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യിക്കാറുണ്ട്. മറ്റേ 20 to 35 ഏജ് ഗ്രൂപ്പിന് നമ്മൾ ഈ ടെസ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം ഓഫർ ചെയ്യിക്കാറുണ്ട്. പേഷ്യൻസിന് എല്ലാവരെയും അവയർനെസ് ആക്കും. ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം, പക്ഷേ ഇവിടുത്തെ പ്രോട്ടോക്കോളിൽ ചെയ്യണം എന്ന് നിർബന്ധമാണ്. കല്യാണം കഴിഞ്ഞു, ഇപ്പോൾ അവരുടെ റിലേഷനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയി, അപ്പോൾ അവർ എത്ര നാൾ കൂടുമ്പോൾ ഒരു ചെക്കപ്പിന് വരണം? അവരുടെ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ? പിന്നെ അവർ തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്ക് ആ ഒരു ഇപ്പോൾ എല്ലാവരും പറയില്ല നമുക്ക് 3 months ഭയങ്കര കംപ്ലീറ്റ് റെസ്റ്റ് വേണം എന്ന്. പണ്ടെന്നുള്ളവർ അങ്ങനെ എടുക്കുന്നതായിട്ട് പറഞ്ഞു കേട്ടില്ല, പക്ഷേ ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് 3 months റെസ്റ്റ് വേണം എന്നുള്ളത്. അപ്പോൾ അവർ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്തായിരിക്കണം? ഞാൻ ഈ പ്രഗ്നൻസി പറയുന്നതിന് മുന്നേ എനിക്കൊരു അഡ്വൈസ് തരാനുള്ള, എല്ലാവരും നേരത്തെ തന്നെ ഫോളിക് ആസിഡ്, അതായത് പെരി കൺസെപ്ഷണൽ ഫോളിക് ആസിഡ് നമ്മളിപ്പോൾ എല്ലാവർക്കും റുട്ടീനായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു മിനിമൽ ഡോസേജ് എങ്കിലും, മിനിമൽ ഡോസ് എന്ന് പറയുമ്പോൾ 400 മൈക്രോഗ്രാമാണ് ഇവിടെ അവൈലബിൾ ഉള്ളത്. ഒരു ടാബ്ലറ്റ് വെച്ച് ഡെയിലി എല്ലാവരും കഴിക്കുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം മുന്നേ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ. ഇനി പ്രഗ്നൻസി വിസിറ്റ്സ് എന്ന് വെച്ചാൽ നമുക്കങ്ങനെ ഒരു ടൈലേർഡ് വിസിറ്റ് എന്ന് പറയാനായിട്ട് ഇല്ല. ബിക്കോസ് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല. എന്നാലും മെജോറിറ്റി ഒരു പ്രോബ്ലം ഇല്ലാതെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വിസിറ്റ് സാധാരണഗതിയിൽ 6 വീക്സ് ആണ്. ഈ 6 വീക്സ് എന്ന് പറയുമ്പോൾ വേറൊരു ഇഷ്യൂ ഉണ്ട്. 5 വീക്സിൽ ചില ആളുകൾക്ക് ട്യൂബൽ പ്രഗ്നൻസി വരും. അപ്പോൾ ഐഡിയലി ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻറ്റിനും 5ാമത്തെ ആഴ്ചയിൽ സാക്ക് കാണുന്ന ഒരു വാല്യൂ വരുമ്പം സ്കാൻ ചെയ്ത് യൂട്രസിനകത്താണോ ഗർഭം എന്ന് നോക്കി വിട്ടു കൊടുക്കും. മീൻസ് ദാറ്റ് വേ യു ആർ സേഫ്. അല്ലാന്നുണ്ടെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിൽ നമ്മളൊരു 6 വീക്സ് വരെ വെയിറ്റ് ചെയ്ത് കുട്ടി വളർന്ന് ചിലപ്പം ആളുകൾ ഇതിൻ്റെ ഇടയ്ക്ക് കോംപ്ലിക്കേഷനായി റപ്ചറായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ട്യൂബൽ പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ചെയ്താൽ മാത്രമല്ലേ? അൾട്രാസൗണ്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് അൾട്രാസൗണ്ട് അതിനാണ് ഞാൻ 5ാമത്തെ ആഴ്ച എല്ലാ പേഷ്യൻസിനും ചെയ്യാറുണ്ട്. ഇത് പക്ഷേ പ്രാക്ടിക്കലി എല്ലാവർക്കും പോസിബിൾ അല്ല. ഇപ്പം എനിക്കിവിടെ ഫെസിലിറ്റി ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്യാണ്. 5th വീക്കിൽ സ്കാൻ ചെയ്യും. യൂട്രസിനകത്ത് പ്രഗ്നൻസി കണ്ടാൽ സാധാരണഗതിയിൽ ഞാൻ പേഷ്യൻസിനെ വിടാറുണ്ട്. ഐഡിയലി നമ്മൾ ഫസ്റ്റ് സ്കാൻ ചെയ്യുന്നത് 6 വീക്സിലാണ്. ആ 6 വീക്സിൽ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് പ്രഗ്നൻസിയുടെ ലൊക്കേഷൻ അറിയാം, എത്ര കുട്ടികളുണ്ടെന്ന് അറിയാൻ പറ്റും, ഹാർട്ട് ബീറ്റ്, ഡേറ്റ് ഓഫ് ഡെലിവറി, ഇതെല്ലാം അസസ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐഡിയലി മന്ത്ലി ഒരു ചെക്കപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാനിത് ജനറൽ പോപ്പുലേഷനെ കുറിച്ചാണ് പറയുന്നത്, അൺകോംപ്ലിക്കേറ്റഡ് കേസ്. പിന്നെ ഒരു 3 month ആകുമ്പോഴത്തേക്ക് ദർ ഇസ് എ ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ. അതാണ് ഈ കുട്ടികൾക്ക് ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂറൽ ഡിഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്ന സാധനം. ആ സ്കാനിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇവിടെ മസ്റ്റായിട്ടും ഡബിൾ മാർക്ക് സ്ക്രീൻ ചെയ്യിക്കാറുണ്ട്. അത് ഒരു കമ്പൈൻ ടെസ്റ്റാണ്. അതായത് സ്കാനിൽ മാർക്കേഴ്സും അമ്മയുടെ ബോഡിയിലുള്ളൊരു ബ്ലഡിൻ്റെ മാർക്കറും കൂടെ ചെയ്തിട്ട് കുട്ടിക്ക് ബുദ്ധിമാന്ദ്യത അങ്ങനെ വല്ല ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ അറിയാൻ പറ്റും. ഇൻ കേസ് ആ ടെസ്റ്റ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അഡ്വാൻസ് ടെസ്റ്റസ് ഇവിടെ അവൈലബിൾ ഉണ്ട്. അതായത് NIPT എന്നുകൊണ്ട് നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്കാൻ ചെയ്യുന്നത് 5th മന്തിലാണ്. അത് അനോമലി സ്കാൻ. അനോമലി സ്കാനിലാണ് കുട്ടിയുടെ ഹെഡ് ടു ഫുട്ട് നമ്മൾ എക്സാമിനേഷൻ ചെയ്യുന്നത്. എന്തെങ്കിലും അംഗവൈകല്യം അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടിക്ക് ജീവിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. യൂഷ്വലി ഈ 2 സ്കാൻസും മസ്റ്റായിട്ട് റേഡിയോളജിസ്റ്റിനെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കുന്നത്. ഇവിടെ നമുക്ക് ലീഗലി അക്സെപ്റ്റബിൾ റിപ്പോർട്ട് റേഡിയോളജിസ്റ്റിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഈ 2 സ്കാനും നിർബന്ധമായിട്ടും റേഡിയോളജിസ്റ്റാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം പിന്നെ നമ്മളൊരു 8th മന്ത് വരെ നമ്മളൊരു ഗ്രോത്ത് സ്കാൻ ചെയ്യിക്കും 8th മന്തിൽ. അപ്പോൾ ഈ 3 ഒരു മിനിമം സ്കാൻസ് എത്രണ്ണം വേണമെന്ന് ചോദിച്ചാൽ നമ്മളൊരു 3 സ്കാനാണ് പറയുന്നത്. ഇനി ഇപ്പോഴത്തെ സിറ്റുവേഷൻ വൈസ് ഇങ്ങനെയൊന്നും അല്ല. മിക്ക പേഷ്യൻസിനും ബ്ലീഡിങ്ങും പല കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ഇങ്ങനെ പിന്നെ നമുക്കിപ്പോൾ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു, പ്രഗ്നൻസി ടൈമിൽ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും ബ്ലഡിൻ്റെ സ്പോട്ട് കാണുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വരണോ? അത് പിന്നെ എന്തെങ്കിലും ഇപ്പം കുട്ടി അബോർഷൻ ആവാനുള്ളൊരു ചാൻസ് ഉണ്ടോ? അതും കൂടെ ഒന്ന് ഡോക്ടർ. ബ്ലീഡിങ് ഇൻ പ്രഗ്നൻസി നോർമൽ അല്ല.
ഓക്കെ. അപ്പം ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ത്രെറ്റൻഡ് ഒരു ഫാക്ടർ ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഈ ഡിസ്ചാർജ് ചിലർക്ക് കാണുന്നത് അത് ഡിസ്ചാർജ് എന്ന് വെച്ചാൽ നോർമൽ ഡിസ്ചാർജ് വി ക്യാൻ സി. പക്ഷേ ഒരു അബ്നോർമൽ, അതായത് ഇച്ചിങ്ങോ അല്ലെങ്കിൽ കളർ ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡോക്ടറിനെ കണ്ടിരിക്കണം. പിന്നെ ഇതുപോലെ ഡോക്ടറെ വന്ന് കണ്ടു കഴിയുമ്പോഴേ ഡോക്ടറിന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഈ കുട്ടിക്ക് എന്തുകൊണ്ടാണ് സ്പോട്ടിങ് ഉണ്ടായത് അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടായത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ ട്യൂബൽ പ്രഗ്നൻസിയെ പറ്റിയിട്ട്. ഇപ്പം നമ്മളത് അറിഞ്ഞ് ഇപ്പോൾ അങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അത് ഉടനെ തന്നെ സർജറി ആണോ ചെയ്യേണ്ടത്, അതിനെ പറ്റിയിട്ടും കൂടെ പറയണം. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി, അപ്പോൾ അവർ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടേ ഉള്ളൂ, അപ്പോൾ അവർ തമ്മിൽ പിന്നെ ബന്ധപ്പെടുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ, അതെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുമോ, അതോ എത്ര നാൾ കൂടിയിട്ട് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടും കൂടി പറയാം. ഓക്കെ. പണ്ട് കാലം നമ്മൾ ഡിറ്റക്ട് ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ മിക്കവാറും പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്ന അത് ട്യൂബിൽ നിന്ന് പൊട്ടി ബ്ലീഡിംഗ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ ഒരു കേസിൽ സർജറി തന്നെയാണ് ട്രീറ്റ്മെൻറ്റ്. ലാപ്രോസ്കോപ്പി ചെയ്തിട്ട് നമുക്ക് ആ ട്യൂബിനെ മാക്സിമം കൺസേർവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ട്യൂബ് റിമൂവ് ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കും. ചില കേസസ് നമ്മൾ ഏത് സ്റ്റേജിലാണ് പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് സർജറി ഡിസൈഡ് ചെയ്യാം. നേരത്തെ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അത് റപ്ചർ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇഞ്ചെക്ഷൻസ് അവൈലബിൾ ആണ്. നമ്മളത് മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇഞ്ചെക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ മോസ്റ്റ്ലി അവിടെ തന്നെ അതങ്ങ് ചുരുങ്ങി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ എൻ്റെ എല്ലാ പേഷ്യൻസിനും 5 വീക്സിൽ വിളിച്ച് സ്കാൻ ചെയ്യിക്കാറുണ്ട്. ജസ്റ്റ് പ്രഗ്നൻസി യൂട്രസിലാണോ എന്ന് കൺഫേം ചെയ്ത് പല കോസസ് ഉണ്ട്. ഒന്ന് അതായത് നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന തൊട്ട് അത് കഴിയുമ്പോൾ അത് മൂവ് ചെയ്ത് യൂട്രസിൻ്റെ അകത്തോട്ട് വരണം. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഇൻ എംബ്രിയോ, ട്യൂബൽ മ്യൂക്കോസൽ ഡിഫക്റ്റ്, അങ്ങനെ പല കോസസ് ഉണ്ട് അതിന്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സീലിയറി മൂവ്മെൻറ്റ്, ഏതെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്യൂബിൽ തന്നെ ഇരുന്ന് പോകും, അത് യൂട്രസിനകത്തോട്ട് വരാതിരിക്കും. അപ്പോൾ നമ്മൾ ഇത് പോസിറ്റീവായിട്ട് ഇപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ്, അപ്പോൾ ഇത് ട്യൂബ് ഇതിലാണോ ഇതെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, പെയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ചില ആളുകൾക്ക് മിക്കവാറും പ്രസൻറ്റേഷൻ വരുന്നത് പെയിൻ ആയിരിക്കും. പെയിൻ അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ പറഞ്ഞ് വരാറുണ്ട് ചില ആളുകളിൽ. അതെ, ഷോൾഡർ പെയിൻ വരുന്ന മിക്കവാറും അഡ്വാൻസ്, അത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കാണ്. മെയിൻലി വയറ്റിൻ്റെ അകത്ത് ബ്ലീഡിങ് വന്നു കഴിഞ്ഞിട്ടൊക്കെയാണ് ഷോൾഡർ പെയിൻ വരുന്നത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ലോവർ അബ്ഡോമിനൽ പെയിൻ ആയിട്ടാണ് വരാറുള്ളത്. ചില ആളുകൾ റെയറായിട്ട് ബ്ലീഡിങ് അല്ലെങ്കിൽ ചെറിയ ഒരു ഡിസ്കംഫോർട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ഇതിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ സാധാരണ എല്ലാവരെയും നോക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു എക്ടോപിക് കോംപ്ലിക്കേഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മൾ ഐഡിയലി റിഗാർഡിങ് സെക്ഷൽ ലൈഫ് ഒരു ഫസ്റ്റ് 3 months നമുക്കൊരു ക്രിട്ടിക്കൽ പീരീഡാണ് റിഗാർഡിങ് പ്രഗ്നൻസി. അതായത് ആ സമയത്ത് കുഞ്ഞിൻ്റെ ഓർഗൻസ് എല്ലാം ഫോം ചെയ്യുന്നതും ശരിക്കും യൂട്രസിനകത്ത് ഉറക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സമയത്താണ് നമുക്ക് എന്തെങ്കിലും ഒരു മിസ്കാരേജിനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കഴിവതും സെക്ഷൽ റിലേഷൻഷിപ്പ് അവോയ്ഡ് ചെയ്യുന്നതിനായിരിക്കും നല്ലത്. ആ സമയം ട്രാവൽ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരു അൺകോംപ്ലിക്കേറ്റഡ് കേസസിൽ എല്ലാവർക്കും ട്രാവൽ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെയാണെങ്കിൽ നമ്മുടെ റോഡ്സ് ആർ ഓൾ വെരി ഗുഡ്. അപ്പം നമുക്ക് അവരെ വെറുതെ വീട്ടിൽ പിടിച്ചിരുത്തേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കൂടുതൽ ഡിസ്റ്റർബൻസ് ആവത്തേ ഉള്ളൂ. അതിനെക്കാട്ടും നല്ലത് അവർ ജോലിക്ക് പോവുകയാണെങ്കിൽ അവർക്കൊരു മെൻ്റലി കുറച്ച് സപ്പോർട്ട് കിട്ടും. പിന്നെ അതുപോലെ ദേ ക്യാൻ ട്രൈ ഫുഡ് ഫ്രം ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കഴിവതും പോകാനാണ് പറയുന്നത്. വീട്ടിലിരിക്കുന്ന ആളുകളോട് ഞാൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ നമ്മൾ ഫോഴ്സ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ കൊടുക്കാറുണ്ട്. അതും ജോലി ചെയ്യാതെ വീട്ടിരിക്കാൻ അലോ ചെയ്യാറില്ല. ലെറ്റ് ദം സിറ്റ് അറ്റ് ഹോം ആൻഡ് വർക്ക്. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ പറയില്ല കംപ്ലീറ്റ് റെസ്റ്റ് വേണം, കാല് ഉയർത്തി വെച്ച് ഇങ്ങനെ കിടക്കുക അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരില്ല. അത് ഓരോ കണ്ടീഷൻ പോലെ ഡിപ്പെൻഡ് ചെയ്യും. ചില ആളുകളുടെ സെർവിക്സ് ഓപ്പൺ ആയിരിക്കും, ചില ആളുകൾക്ക് നേരത്തെ തന്നെ, അതായത് പ്രസവത്തിൻ്റെ സമയം അല്ലാതെ തന്നെ ഗർഭപാത്രത്തിൻ്റെ ഓപ്പണിങ് അത് നേരത്തെ തുറന്നിരിക്കും, അല്ലെങ്കിൽ അത് ഷോർട്ട് ആയിരിക്കും. ഷോർട്ട് എന്ന് പറഞ്ഞാൽ അവർ മോർ പ്രോൺ ടു ഡെവലപ്പ്, നേരത്തെ പ്രസവിക്കാനുള്ള സാധ്യതയുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച്, കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ റെസ്റ്റൊക്കെ പറയുന്നത്. നോർമലി നമ്മൾ പ്രഗ്നൻസി ഒരു ഡിസീസ് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നോട്ട് എ ഡിസീസ്. പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ സിക്ക് ലീവിന് വരുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ സാധാരണ കൊടുക്കാറില്ല. ബിക്കോസ് പ്രഗ്നൻസി ഒരു അസുഖമേ അല്ല. പ്രഗ്നൻസിയിൽ ദേ ഷുഡ് വർക്ക്, ദേ ഷുഡ് ഗോ ആൻഡ് എൻജോയ് ദ വർക്ക്. അതിന് പറഞ്ഞ് വീട്ടിലിരിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ അതേ സമയത്ത് സിക്ക് ലീവ് നമ്മൾ കൊടുക്കുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. ചില ആളുകൾക്ക് ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും, അല്ലെങ്കിൽ 7 മാസം കഴിഞ്ഞ് പ്ലാസൻ്റ ഫുൾ താഴെ ആയിരിക്കും, അകത്ത് നിറയെ ബ്ലീഡിങ് കാണും. അങ്ങനെയുള്ള പ്രഗ്നൻസിയിൽ ഡെഫിനറ്റ്ലി നമ്മൾ വീട്ടിലിരുന്ന് അബ്സല്യൂട്ട് റെസ്റ്റും ഇഞ്ചെക്ഷൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ ധാരാളമായിട്ട് കേട്ട് വരുന്നൊരു കാര്യമാണ് PCOD.
അപ്പോൾ ഈ PCOD എന്താണ്, അത് നമുക്ക് എപ്പോൾ തിരിച്ചറിയാൻ പറ്റും, അതെപ്പോൾ തൊട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു തുടങ്ങണം, അതിനൊരു ഏജ് ഉണ്ടോ, ഇത് PCOD വരാനുള്ളൊരു ചാൻസ്, അതോ നമുക്ക് ചെറുതിലേ തന്നെ ഇത് സംഭവിക്കുമോ, എന്താണെന്നുള്ളതും കൂടി ഒന്ന് പറയണം. PCOD എന്നാൽ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസാണ്. PCOD എന്ന് വെച്ചാൽ നമ്മുടെ ഓവറിയിൽ ചെറിയ ചെറിയ ഫോളിക്കിൾ സിസ്റ്റ്, അതോ സിസ്റ്റ് എന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാണ് നമ്മൾ സിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും ഒരു സ്ത്രീക്ക് ഒരു മാസം ഒരു എഗ്ഗ് വന്ന് വലുതായി എഗ്ഗ് റപ്ചർ ആവുന്നു. വളരെ റെയറായിട്ട് 2 എഗ്ഗ് അല്ലെങ്കിൽ 3 എഗ്ഗ് വരാം. പക്ഷേ ഈ ഒരു കേസിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വളരെ ചെറിയ ചെറിയ എഗ്ഗുകൾ പോലെ നിന്നിട്ട് ഒന്നും വലുതാവാതെ വരുന്നു. അപ്പം ഈ ഓരോ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ലെവൽ കൂടുന്നു. അപ്പോൾ അത് കാരണം പ്രോപ്പറായിട്ടൊരു ഓവുലേഷൻ നടക്കാതെ ഇരിക്കുന്നു. അതിനെയാണ് നമ്മൾ പോളിസിസ്റ്റിക്, അതായത് പോളി എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ, അതായത് കൂടുതൽ സിസ്റ്റുകൾ ഉണ്ടാകുന്നതിനാണ് പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുന്നത്. വളരെ കോമൺ ആയിട്ട് ഇപ്പം കാണാറുണ്ട്. ഇത് ഗൾഫിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും വളരെ ഏറിയ കാണാറുണ്ട്. നമ്മൾ ഇതിൻ്റെ ഫാക്ടേഴ്സ് കോസസിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മുടെ ആരോഗ്യം, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, പിന്നെ ഒരു ചെറിയായിട്ട് ജെനറ്റിക് ഇൻസിഡൻസും കാണുന്നുണ്ട്. അപ്പം ഇതിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യുന്ന പ്രോപ്പർലി സാധാരണഗതിയിൽ ഇവിടെയുള്ളൊരു കോമൺ കംപ്ലൈൻ്റ് ആണ് ഇറെഗുലർ പീരീഡ്സ് ഗൾഫിൽ. അപ്പം ഇറെഗുലർ പീരീഡ്സ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇവിടെ വന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്ന 28ാമത്തെ ദിവസം പീരീഡ് വരുന്നില്ല, ഡോക്ടറെ ട്രീറ്റ്മെൻറ്റ് വേണം. അപ്പോൾ അതിനെ നമുക്കൊരു ഇറെഗുലർ സൈക്കിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഒരാൾക്ക് എവറി 45 ഡേയ്സ് ആയിരിക്കും നോർമലി പീരീഡ് വരുന്നത്. അപ്പോൾ ഫോർ മീ ഇറ്റ് ഈസ് എ നോർമൽ സൈക്കിൾ. എല്ലാം 45ാമത്തെ ദിവസവും വരുന്നുണ്ട്. അപ്പോൾ 28ാമത്തെ ദിവസം തന്നെ പീരീഡ് വേണം, അതിന് മരുന്ന് കൊടുക്കാൻ പറഞ്ഞാൽ നമ്മളത് ഓവർ ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇഫ് ഹർ സൈക്കിൾ ഈസ് 45 ഡേയ്സ്, ലെറ്റ്സ് കൺസിഡർ ദാറ്റ് ഇസ് എ നോർമൽ. അതൊരു നോർമൽ സൈക്കിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വരികയെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഇത് കാരണം ഈ ഹോർമോണൽ ഇംബാലൻസ് ആണ് കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കാരണമുള്ള ചില സൈഡ് ഇഫക്ട്സ്, ചില കുട്ടികൾക്ക് കൂടുതൽ മുഖക്കുരു വരിക, ചിലർക്ക് കൂടുതൽ ഹെയർ ഗ്രോത്ത് വരിക, അതായത് താടി മുടി അങ്ങനെയൊക്കെ വരിക, പിന്നെ പീരീഡ് ഒരു 6 മന്ത്സോളം വരാതിരിക്കുക. മെയിൻലി നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുന്നത് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് കൂടുതൽ പേര് വരാനുള്ളത്. ചില സ്കൂൾ കുട്ടികളെ മിക്കവാറും അമ്മമാരാണ് എടുത്തുകൊണ്ട് ഓടിക്കൊണ്ട് വരാറുള്ളത്. പീരീഡ്സ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതും മിക്കവാറും പീരീഡ്സ് വന്നു കഴിഞ്ഞ ഉടനെയാണ് മോളുടെ പീരീഡ് റെഗുലർ അല്ല ഡോക്ടറെ, എനിക്ക് 25 ഡേയ്സ് വരും, എൻ്റെ മോൾക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം എല്ലാ മദേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനൊരു സിഗ്നൽ റിലീസ് ചെയ്യുമ്പോഴാണ് ഹോർമോൺ റിലീസ് ആവണം. നമുക്ക് ആ ഒരു ഇമ്മെച്യൂരിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ഹോർമോൺ ലെവൽ നമുക്ക് റെഗുലറൈസ് ചെയ്യാനായിട്ട് ഒരു 2 to 3 ഇയേഴ്സ് എടുക്കും. അതുവരെയുള്ള സമയത്ത് ഇപ്പോൾ ഒരു കുട്ടിക്ക് റെഗുലറായി പീരീഡ് വന്നിട്ടില്ലെങ്കിൽ നോർമൽ, അതിനെ നമുക്ക് നോർമലായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു വിധത്തിലുള്ള ചികിത്സയുടെ ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കുട്ടി ചിലപ്പം അമിത വണ്ണമുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ലൈക്ക് തൈറോയ്ഡ് അസുഖം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് അതൊന്ന് കറക്ഷൻ ചെയ്ത് കൊടുക്കാം. വണ്ണമുള്ള കുട്ടിക്ക് മരുന്നിലല്ല, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ഡയറ്റ് ഒന്ന് മോഡിഫൈ ചെയ്യുക. ഇവിടെ മിക്കവാറും പാരൻസ് രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ നഗറ്റ്സും അല്ലെങ്കിൽ ബർഗറും KFC ഒക്കെ വാങ്ങിച്ചു കൊടുത്തു വിടാനാണ് സാധ്യത. അതെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് മാറ്റി ചെറുതായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കാവുന്ന ചെറിയ ഫുഡുകൾ, ഇഡ്ഡലി, ദോശ, അങ്ങനത്തെ നോർമൽ ഡയറ്റ് വെക്കുക. പിന്നെ കുട്ടികൾക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ സിംപ്ലി ഒരു അരമണിക്കൂർ ഡെയിലി വാക്കിംഗ്. ഇപ്പോൾ കുട്ടിക്ക് ഡാൻസ് കളിക്കുന്ന കുട്ടിയാണ്, അരമണിക്കൂർ ഡാൻസിങ്, സൈക്ലിംഗ് അല്ലെങ്കിൽ സിമ്പിൾ വാക്കിംഗ്, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ കുട്ടീനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത് നന്നായിരിക്കും. അവരെ ഒന്നും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കൂടുതൽ മെഡിക്കേഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സ്ട്രെസ്സ്, ഇപ്പോൾ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഇപ്പോൾ ഒരു 3 മാസം പീരീഡ് വന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ പെട്ടെന്ന് ഹോർമോൺ കൊടുത്ത് പീരീഡ് വരുത്തിക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. കുട്ടികളുടെ ജനറൽ കണ്ടീഷനും കൂടെ നോക്കിയിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പക്ഷേ ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയാണ് ഈ ഒരു സിറ്റുവേഷനായിട്ട് എൻ്റെ അടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കി അതിന് വേണമെങ്കിൽ ചിലപ്പം ബ്ലഡ് ടെസ്റ്റ്, എല്ലാവർക്കും ഒന്നും ചെയ്യത്തില്ല, പക്ഷേ ആവശ്യമുള്ളവർക്ക് അവർക്ക് എത്രത്തോളം മാരിറ്റൽ ലൈഫ് അത് നോക്കിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ പീരീഡ്സ് ആകുമ്പം പല പേരൻസും പേടിച്ചിട്ട് വരുമെന്ന്. ഇപ്പം നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പീരീഡ്സ് ആയിട്ട് കുറേ കാലം വരാതിരിക്കുകയാണെങ്കിൽ അതും ഇതുമായിട്ട് ഈ PCOD ആയിട്ട് ബന്ധമുള്ളത് കൊണ്ടാണോ? അതല്ല ഇപ്പം ചിലർ പറയും 2 മാസത്തിലൊരിക്കലാണ് അല്ലെങ്കിൽ 3 മന്ത്സിലൊരിക്കലാണ് എനിക്ക് പീരീഡ്സ് ആവാറ്, ചിലർക്ക് 6 മന്ത്സ് ഒക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കോംപ്ലിക്കേഷൻ എന്താണ്? അതല്ല അത് നോർമലാണോ? റെഗുലറായിട്ട് അങ്ങനെ ആവുന്നവർക്ക് അത് നോർമലാണോ? അതും കൂടി ഒന്ന് പറയണം. PCOD ലോങ് ടേം ആകുമ്പോഴത്തേക്ക്, അതായത് ലോങ് ടേം എന്ന് പറയുമ്പം നമുക്ക് ആളുകൾക്ക് ഒരു സപ്പോസ് ഒരു ഏജ് 35 ഒക്കെ ആകുമ്പോഴാണ് ഇതിൻ്റെ ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് നമുക്ക് പോപ്പപ്പ് ചെയ്യുന്നത്.
PCODയിലെ മെയിൻ പ്രോബ്ലം ഞാൻ പറഞ്ഞില്ലേ, ഓവുലേഷൻ നടക്കില്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ പ്രൊജസ്ട്രോൺ എന്നുള്ളൊരു ഹോർമോണിൻ്റെ കുറവ് വരും. അപ്പം ഈസ്ട്രജൻ്റെ ഒരു അളവിൽ ധാരാളം കൂടുതലായിട്ട് ഈസ്ട്രജൻ വരും. അപ്പോൾ ഈസ്ട്രജൻ്റെ സൈഡ് ഇഫക്ട്സ് ആണ് ബേസിക്കലി നമുക്ക് PCOD ഉള്ള പേഷ്യൻസിന് വരാറ്. അത് പ്രസൻറ്റ് ചെയ്യുന്നത് യൂട്രസിൻ്റെ അകത്ത് ചെറിയ ചത വളരുക, പോളിപ്സ് എന്ന് പറയും, അത് വരാൻ പറ്റും. പിന്നെ ലൈഫ് സ്റ്റൈലും ഒന്നുമില്ല, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഒന്നും മൈൻഡ് ചെയ്യാതെ സാധാരണ എന്ത് കഴിച്ചിട്ടൊക്കെ നടക്കുന്ന ആളുകൾക്ക് ഹെൽത്ത് ഹസാർഡ്സ് വളരെ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊളസ്ട്രോളൊക്കെ വളരെ കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ കാർഡിയാക് ഡിഫക്ട്സ് കാർഡിയാക് ആൻജിയോല ബ്ലോക്സ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, ഇതൊക്കെ എന്തെങ്കിലും നമുക്കൊരു കുറച്ച് ഫാമിലി ഹിസ്റ്ററിയും കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ നേരത്തെ, ഇപ്പം നമ്മുടെ പാരൻസിനൊക്കെ 50 വയസ്സിലാണ് ഈ അസുഖമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു 30-35 ഇയേഴ്സിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പീരീഡ്സ് ഇപ്പം ലോങ് ടേം എത്രയാണ് ഈ ലോങ് ടേം ചോദിച്ചു. ഐഡിയലി നമ്മളൊരു 2 months വരെയൊക്കെ പീരീഡ്സ് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷെ ആദ്യം തൊട്ടേ അങ്ങനെ 2 മാസത്തിൽ ഒരിക്കലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പിന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? അതുണ്ട്. ഇപ്പം ആദ്യം തൊട്ടേയുള്ള ഞാൻ കാര്യം പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരു 3 വർഷം വരെ നമ്മൾ ഇമ്മെച്യൂരിറ്റി ഓഫ് ദ പിറ്റ്യൂട്ടറി ആക്സിസ്, അതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ല നമ്മൾ. പക്ഷെ അതിന് ശേഷം നമുക്കൊരു റെഗുലറൈസ് ആകുമ്പോഴത്തേക്ക് കുറഞ്ഞതൊരു അറ്റ്ലീസ്റ്റ് ഒരു 2 മാസം കഴിയുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് വിഡ്രോവൽ ബ്ലീഡിങ് വരുത്തുന്നത് നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഈസ്ട്രജൻ്റെ സൈഡ് ഇഫക്റ്റ് കാരണം നമുക്ക് യൂട്രസിനകത്ത് പോളിപ്സ് ഒക്കെ ഗ്രോ ചെയ്യാനുള്ള സാധ്യത വരുന്നത്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇപ്പോൾ പീരീഡ്സ് ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കുട്ടികൾ വേണമെന്ന് വിചാരിക്കുന്നവർക്ക് ഇന്ന ഡേറ്റിൽ അവർ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിലാണ് കുട്ടികളുണ്ടാവാൻ ചാൻസ് കൂടുതലെന്ന് പറയും. അപ്പോൾ അത് ഇറഗുലർ പീരീഡ്സ് ആണെങ്കിൽ അവരെങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യും? അതല്ല നോർമലായിട്ടുള്ളവരാണെങ്കിൽ ഏത് ഡേറ്റ് ആയിരിക്കും? അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. റെഗുലർ സൈക്കിളുള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ ഐഡിയലി സജസ്റ്റ് ചെയ്യുന്ന 9th ഡേ മുതൽ ഉള്ള ഒരാഴ്ച ഈ ദിവസങ്ങളിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ബന്ധപ്പെടുന്നത് സഹായിക്കും അവരെ. ഇനി ഇറഗുലർ സൈക്കിളുള്ള ആൾക്ക് നമ്മൾക്ക് ഇങ്ങനെ ഒരു ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഇറഗുലർ സൈക്കിൾ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, ഡോക്ടറെ സഹായമില്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. പക്ഷേ റെഗുലറായിട്ട് എല്ലാ മാസവും 40 ദിവസത്തിൽ വരുന്ന ഒരാളാണെങ്കിൽ നമുക്ക് പറയേണ്ടത് നമ്മളിത് ലാസ്റ്റ് ഡേ ഒരു 14 days മുന്നെയാണ് നമ്മൾ ഓവുലേഷൻ നടക്കുന്നതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം മിക്കവാറും അതനുസരിച്ച് ഒരു കാൽക്കുലേഷൻ എടുത്തിട്ട് നമ്മൾ ആ ദിവസങ്ങളിൽ ബന്ധപ്പെടുന്നത് നല്ലതായിരിക്കും. കല്യാണം കഴിഞ്ഞാലും ആൾക്കാർ കുട്ടികൾ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് വേണ്ടാന്ന് വെച്ചിട്ട് ചിലപ്പോൾ പിൽസ് കഴിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ അങ്ങനെ കുറേ നാളത്തേക്ക് ഇങ്ങനെ മാറ്റി വെക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നത് ഹെൽത്ത് വൈസ് നല്ലതാണോ? നമ്മുടെ ഗൾഫിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലവും ഇൻഫെർട്ടിലിറ്റിയാണ്. ഈ ഇൻഫെർട്ടിലിറ്റി കേസസ് നമ്മൾ കാണുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഹിസ്റ്ററി എടുക്കുമ്പം ആദ്യത്തെ 1-2 വർഷം കോൺട്രാസെപ്റ്റീവ് പില്ല് കഴിച്ചു നമ്മളൊന്ന് സ്റ്റേബിളായിട്ട് കുട്ടിയാവാം എന്നുള്ള വിചാരത്തിലിരിക്കുന്ന ആളുകളാണ് വരുന്നത്. അപ്പോൾ കോൺട്രസെപ്റ്റീവ് പില്ല് വളരെ നാളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും നല്ലൊരു അഭിപ്രായം അല്ല. കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ഇൻഫെർട്ടിലിറ്റി ഇൻസിഡൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അറ്റ്ലീസ്റ്റ് ഒരു കുട്ടിയായി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഗ്യാപ്പ് ഇടുന്നത് നല്ലതായിരിക്കും. ഒരു സെറ്റിൽമെൻ്റ് എന്ന് വെച്ചാൽ നമ്മളത് ഫിനാൻഷ്യൽ സെറ്റിൽമെൻ്റ് ആയിട്ടൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നതിനെക്കാട്ടും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത് ഹാവ് എ ബേബി ആൻഡ് ദെൻ ട്രൈ ഫോർ ഇറ്റ്. ഈ പീരീഡ്സ് ടൈമിൽ നമുക്ക് ഒത്തിരി മൂഡ് സ്വിങ്സ് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, സങ്കടം വരാം. എപ്പോഴും എല്ലാവരും പറഞ്ഞു കേൾക്കുന്നതാണ് ആ സമയത്ത് നമുക്ക് എന്തിനോടും ഒരു ദേഷ്യമായിരിക്കും. അതും ഈ ഹോർമോൺ ചേഞ്ച് കൊണ്ടാണോ ഉണ്ടാകുന്നത്? പിന്നെ ഇതിനൊക്കെ ഇപ്പോൾ നമുക്കിപ്പോൾ പീരീഡ്സ് തന്നെ, ഇപ്പോൾ PCODയുടെ കാര്യം പറഞ്ഞല്ലോ, അത് നമുക്ക് ഹെൽത്തി ഫുഡും ഡയറ്റും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേയൊക്കെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമുക്ക് ഈ സമയത്ത് പീരീഡ്സ് ടൈമിൽ ഇന്ന ഒരു ഫുഡ് ഹാബിറ്റ് വേണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും നമുക്ക് ഒരു ക്യാരക്ടറിൽ ചേഞ്ച് വരുന്നത്? ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ബേസിക്കലി കുറച്ചൊക്കെ നമ്മൾ മാനസികമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, പീരീഡ്സ് സാധാരണ എല്ലാ ലേഡീസിനും ഉള്ള ഒരു സംഭവമാണ്. എന്നാൽ വളരെ കുറച്ചൊരു പെർസെൻറ്റേജ് മാത്രമേ ഇങ്ങനെ ഒരു മൂഡ് സ്വിങ്സുമായിട്ട് നമ്മുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാറുള്ളൂ. എൻ്റെ ഒബ്സർവേഷനിൽ ആക്ച്വലി കൂടുതൽ കുറച്ചൊരു ആങ്ഷ്യസ് പീപ്പിളാണ് കൂടുതലായിട്ട് ഈ ഒരു സംഭവമായിട്ട് വരുന്നത്. നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. അതായത് റീഅഷ്യൂറൻസ്, യു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. നമുക്കറിയാം ഇതൊരു നോർമൽ ഫിനോമിനയാണ്. നമ്മളൊരു സൈക്കിളിൽ കൺസീവ് ആയിട്ടില്ലെങ്കിൽ യു വിൽ ഗെറ്റ് യുവർ പീരീഡ്സ്.
അപ്പം അതൊരു നോർമലി നടക്കുന്നൊരു പ്രക്രിയയാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് എനിക്ക് ഹോർമോൺ ഡിപ്രൈവ്ഡ് ആണ്, അതുകൊണ്ട് എനിക്ക് പീരീഡ്സ് വന്നു, അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ, പ്രഷർ, അങ്ങനെ ആലോചിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ യു വിൽ ബി ലോസ്റ്റ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായമല്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡയറ്റോ വല്ല എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യു ഡ്രിങ്ക് ലോട്ട് ഓഫ് വാട്ടർ, കുറച്ച് കൂടുതൽ ഫ്രൂട്ട്സ് നമ്മൾ ഫുഡ് ഐറ്റംസിൽ ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ ട്രൈ ടു ചിയർ അപ്പ് യുവർ സെൽഫ്. നമ്മൾ വെറുതെ ചെന്നൊരു ഡോക്ടറുടെ സപ്പോർട്ടോ ഒന്നും എടുക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഒരു നോർമൽ പ്രക്രിയയാണ്. അപ്പോൾ നമ്മൾ തന്നെ വിചാരിച്ചാൽ അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും. ഇപ്പം പീരീഡ്സിനെ പറ്റി PCOD പറ്റിയൊക്കെ പറഞ്ഞു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ലേഡീസിനൊക്കെ ഉള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഈ മെനോപോസ് ടൈം. ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഇത് ഏതൊരു ഏജിലാണ് കറക്റ്റായിട്ട്, ഇപ്പോൾ കൃത്യമായിട്ട് പീരീഡ്സ് ഒക്കെ വന്ന് കറക്റ്റ് നോർമലായിട്ടൊരു മെനോപോസ് ടൈം എപ്പോഴാണ്? അതിനൊരു ഏജ് ഉണ്ടോ? അത് ഏതൊരു ടൈമാണ് കറക്റ്റായിട്ട് നിൽക്കേണ്ടത്? അതല്ല ചിലർക്ക് കൂടുതൽ കാലം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? മെനോപോസിനൊരു ഏജ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പീരീഡ് തുടങ്ങുന്നതിനൊരു ഏജ് ലിമിറ്റ് ഇല്ല. അതുപോലെ തന്നെ മെനോപോസിൻ്റെ ഏജും വേരി ചെയ്യും. പക്ഷെ അത് 45 മുതൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അല്ല, അപ്പോൾ ഈ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ അങ്ങനെ ഏജിനൊരു പ്രശ്നമില്ല. പക്ഷെ അപ്പം നമുക്ക് ഈ ഒരാൾക്ക് ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിക്ക് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്തു, അവർക്ക് നേരത്തെ തന്നെ മെനോപോസ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ടോ? അങ്ങനെയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കാൽക്കുലേഷൻ അല്ല, ഏർലി മെനാർക്കി ഉള്ള ആളുകൾക്ക് സാധാരണഗതിയിൽ ഏർലി മെനോപോസ് റെക്കോർഡഡ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഹോർമോണൽ കാൽക്കുലേഷനോ അങ്ങനെയൊന്നും ഇല്ല. അത് അങ്ങനെയാണ് കണ്ടുവരുന്നത്. ഇനി 45 വയസ്സിന് മുന്നേ സാധാരണഗതിയിൽ ഒരു മെനോപോസ് വരാറില്ല. മിക്കവാറും ലേഡീസ് ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്ക് പെരി മെനോപോസൽ ഏജ് ഗ്രൂപ്പിൽ വരും. ഓക്കെ, എന്നാലും ഉണ്ട് ഇവിടെ ഞാൻ 25 ഇയേഴ്സ് ഉള്ള കുട്ടികൾ പോലും പ്രിമച്വർ മെനോപോസ് എന്ന് പറഞ്ഞിട്ടുള്ള കേസുണ്ട്. അതായത് വളരെ യങ് ഏജിൽ നമ്മുടെ എഗ്ഗ് ഫുള്ളി സ്റ്റോപ്പാണ്. അതെല്ലാം ഒരു ജനറ്റിക് കണ്ടീഷൻസ് ആണ് അങ്ങനെ വരുന്നത്. അങ്ങനെയുള്ളവർക്ക് അപ്പം പിന്നെ ഇവർക്ക് കുട്ടികളൊക്കെ ഇല്ല, അങ്ങനെയൊക്കെ എന്ത് ചെയ്യും? അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ മിക്കവാറും IVF വിത്ത് ഓവം ഡൊണേഷൻ ആയിരിക്കും. പിന്നെ അതിൻ്റെ കോസ്റ്റ് എന്താണെന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. സാധാരണഗതിയിൽ അത് പ്രിമച്വർ മെനോപോസ് ആണ്. സാധാരണഗതിയിൽ ഒരു കറക്റ്റബിൾ മീൻസ് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു 45 to 50 ഏജാണ് നമ്മൾ കാണുന്നത്. 50ക്ക് ശേഷം റെഗുലറായിട്ട് മെൻസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റായിട്ടും എല്ലാ വർഷത്തിലൊരിക്കലും പോയി ഡോക്ടറെ ഒന്ന് കാണണം, ഒരു അൾട്രാസൗണ്ട് ഒന്ന് നോക്കണം, വേറെ എന്തെങ്കിലും നമുക്ക് പ്രോബ്ലംസ് ഉണ്ടോ. പിന്നെ ഇതിലുപരി നമ്മൾ ഏറ്റവും നോക്കാനുള്ള ഫാമിലി ഹിസ്റ്ററി. നമുക്കിപ്പോൾ ചേച്ചിമാരുണ്ട്, അല്ല അമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം ഒരു ലേഡി ഇപ്പോൾ 50 വയസ്സ്, ഇപ്പോൾ 52 ഇയേഴ്സ് എൻ്റെ അടുത്ത് വന്നു. ഇപ്പോൾ പേഷ്യൻറ്റിന് റെഗുലർ സൈക്കിളുണ്ട് 52 ആയിട്ട്. അപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ്ലി കയറി അവർക്ക് പ്രോബ്ലം ഉണ്ടെന്നല്ല പറയേണ്ടത്. ഉടനെ അവരെ ഹിസ്റ്ററി ഒന്ന് ചോദിക്കുക. അവരെ അമ്മയ്ക്ക് എത്ര വയസ്സ് വരെ പീരീഡ് വന്നു, അല്ലെങ്കിൽ ചേച്ചിമാരുണ്ടോ, ചേച്ചിമാർക്ക് എത്ര വയസ്സിൽ പീരീഡ് വന്നു. മിക്കവാറും കേസസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവരെ അമ്മയ്ക്കും 52-ലായിരിക്കും നിന്നത്, അല്ലെങ്കിൽ 51.5-ലായിരിക്കും നിന്നത്. അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഉള്ള ആളുകളെ നമുക്ക് ജസ്റ്റ് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് വിടാൻ പറ്റും. ഇനിയില്ല, പാരൻസിനെല്ലാം നേരത്തെ 50 ആയപ്പോൾ നിന്നു, ഇവർക്ക് ഒരു വല്ലാത്തൊരു ഇറഗുലർ പാറ്റേൺ ഓഫ് ബ്ലീഡിങ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യണം, ഒരു സെർവൈക്കൽ സ്മിയർ ചെയ്യണം, ക്യാൻസറസ് ഗ്രോത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ കുറച്ചൊരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ്. അതിന് നിർബന്ധമായിട്ടൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് നമുക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഡോക്ടർ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു ചെക്കപ്പൊക്കെ നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് ഈ നമ്മൾ റെഗുലറായിട്ടൊരു ചെക്കപ്പ് ചെയ്യേണ്ട ഏജ് എപ്പോഴാണ്? എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പാപ്പ് സ്മിയർ ചെയ്യുക, പിന്നെ ബ്രസ്റ്റ് ഡിസ്ചാർജ് ചിലർ പറയുന്ന കേൾക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ടൊരു ചെക്കപ്പ് വർഷത്തിലാണോ ചെയ്യേണ്ടത്, അതോ 6 മന്ത്സ് കൂടുമ്പോഴാണോ? അതിനെ പറ്റിയും കൂടി ഒന്ന് പറയാം. ഇന്നത്തെ കാലത്ത് ഹെൽത്ത് സ്ക്രീനിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സമയമാണ്. അപ്പം നമ്മളിപ്പോൾ ഏത് ഏജിലാണ് കൂടുതൽ കോൺഷ്യസ് ആവണമെന്ന് വെച്ചാൽ ആ സമയത്ത് സാധാരണ ഇപ്പോൾ ഇവിടെ 25 ഇയറുള്ള കുട്ടികൾ റെഗുലർ ചെക്കപ്പിന് വരുന്നവരുണ്ട്. ചില ആളുകൾ 35, എന്നാലും ഒരു 35 നമുക്കൊരു കട്ട് ഓഫ് ആയിട്ട് വെക്കാം. 35 കഴിഞ്ഞാൽ എല്ലാ ലേഡീസും ഒരു പ്രാവശ്യമെങ്കിലും വർഷത്തിലൊരിക്കൽ ഒന്ന് ഡോക്ടറെ വന്ന് ഒരു ജനറൽ എക്സാമിനേഷൻ ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും.
കാരണം മിക്കവാറും ഈ പ്രോബ്ലംസ് ഉള്ളത് ലേഡീസ് ആയിരിക്കും വീട്ടിൽ നിന്ന് പുറത്ത് വരാത്തതും ഡോക്ടറെ അടുത്തൊന്നും ഒരു ചെക്കപ്പിന് പോകാത്തതും. മടിക്കുന്നവർ ഓവർ ബ്ലീഡിങ്ങും ഈ സമയത്ത് ചിലർ പറയല്ലോ ഇങ്ങനെ. അതെ, അപ്പോൾ അത് ദിവസം നിൽക്കും, കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡിങ് നിൽക്കും, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്. അതിനൊക്കെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് കാണും മിക്കവാറും. ഐദർ ഹോർമോണൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത്, ഫൈബ്രോയിഡ്സ്, യൂട്രസിലുണ്ടാകുന്ന മുഴ, അല്ലെങ്കിൽ ഓവറിയിലുണ്ടാകുന്ന സിസ്റ്റ്, അല്ലെങ്കിൽ വെറുതെ ഒരു ഹോർമോണൽ ഇംബാലൻസ് കാരണം, അല്ലെങ്കിൽ തൈറോയിഡിന് അസുഖമുള്ള ആളുകൾക്ക്. അപ്പോൾ ഇങ്ങനത്തെയുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് നമുക്കൊരു ഡോക്ടറെ അടുത്ത് പോയാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ചെക്കപ്പിന് റുട്ടീൻ സ്ക്രീൻ എന്ന് പറഞ്ഞ് പോവുക. കുറേ ആളുകൾ അങ്ങനെ വന്നിട്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം പിന്നെ അനീമിയ മിക്കവാറും ലേഡീസിനുള്ളൊരു സംഭവമാണ് അനീമിയ. വീട്ടിൽ നമ്മൾ ചുമ്മാ ആയിരിക്കും, നമ്മൾ വീട്ടിലെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യും, പക്ഷെ നമ്മൾ ആക്റ്റീവായിട്ടൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ വീക്ക്നെസ് ഒന്നും ശ്രദ്ധിക്കാറില്ല. അപ്പം നിങ്ങളൊന്ന് വരുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ലൈക്ക് 35 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് എല്ലാവരോടും ജസ്റ്റ് റെഗുലർ ബ്രസ്റ്റ് എക്സാമിനേഷൻ ഡോക്ടർ ഒരിക്കൽ എക്സാമിൻ ചെയ്യും. പിന്നെ മിക്കവാറും പേഷ്യൻസിനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് വിടാറുണ്ട് ഹൗ ടു ഡു സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്നുള്ള കാര്യം. അപ്പോൾ അത് 2 ചെയ്യിക്കും, പിന്നെ ഒരു പാപ്സ്മിയർ ചെയ്യിക്കും, പിന്നെ അൾട്രാസൗണ്ട് ചെയ്യണം. ഇത്രയും ചെയ്തിട്ട് അതിൽ ഫൈൻഡിങ് അനുസരിച്ച് അതിലെന്തെങ്കിലും ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവർക്കുള്ള സ്ക്രീനിങ് എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് വരണം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എല്ലാം അബ്സൊല്യൂട്ട്ലി നോർമലാണ് നമ്മുടെ സ്ക്രീനിങ് എല്ലാം എങ്കിൽ അവർക്ക് വേറെ ഫാമിലി ഹിസ്റ്ററി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 1 in 3 years മിനിമം വന്നാൽ മതിയായിരിക്കും. ഇനി ചിലവർക്ക് കാണും ഫാമിലി ഹിസ്റ്ററി, മദർ ഹാഡ് ക്യാൻസർ അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ലേഡീസിന് നമ്മൾ കുറച്ചും കൂടെ കെയർഫുള്ളായിട്ട് നോക്കാറുണ്ട്, ഫോളോ അപ്പ് വിളിക്കാറുണ്ട്. അതുപോലെ വിൽ ബി അഡ്വൈസിങ് ദം ഹൗ ഫ്രീക്വൻ്റ്ലി അവർ വന്നിട്ട് ചെക്കപ്പ് ചെയ്യണം എന്നുള്ള കാര്യം. ഡോക്ടർ പറഞ്ഞല്ലോ ഓവർ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ചെക്കപ്പ് നടത്തുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ ചിലർ പറയും ഇങ്ങനെ വയറിന് വേദനയുണ്ട്, അങ്ങനെയുള്ള ഇതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതല്ല നമ്മളിങ്ങനെ റെഗുലറായിട്ട് ഈ സ്കാനൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സൈഡ് എഫക്റ്റ് വല്ലതും ഉണ്ടോ? റെഗുലർ സ്കാൻ അങ്ങനെ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് പറയാറുള്ളൂ. അല്ലെങ്കിൽ ഒരു ബേസിക് ഇവാലുവേഷൻ ഒരൊറ്റ സ്കാൻ ചെയ്യിക്കാറുണ്ട്. അത് പെൽവിക് സ്കാനാണ് ഏറ്റവും നല്ലത്. അതും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ഒരു പാപ്സ്മിയർ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഹൈ റിസ്ക് ഒന്നും ഇല്ല, നോർമൽ ഫൈൻഡിങ് ആണെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷത്തിലൊരിക്കൽ പോയിട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പാസ്മിയർ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നോർമലായിട്ടുള്ളൊരു വ്യക്തി അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ അവർക്ക് വന്നിട്ട് എല്ലാ ടെസ്റ്റും ഒന്ന് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പീരീഡ്സിൻ്റെ മുന്നേ ആണോ, അത് എപ്പോഴാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റിയൊരു ടൈം, അത് കഴിഞ്ഞിട്ടാണോ വരേണ്ടത്, അതും കൂടി ഒന്ന് പറയാം. പാപ്സ്മിയർ ചെയ്യാനായിട്ട് ഐഡിയൽ ടൈം എന്ന് വെച്ചാൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവാൻ പാടില്ല. അതായത് പീരീഡ്സ് ജസ്റ്റ് കഴിഞ്ഞ് ചില ആളുകൾക്ക് ഒരു ബ്രൗണിഷ് ഡിസ്ചാർജ് ഒക്കെ കാണും. അപ്പോൾ ആ ഒരു സമയം നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കംപ്ലീറ്റ് ബ്ലീഡിങ് നിന്നിട്ട് ഡിസ്ചാർജ് ചില ആളുകൾക്ക് ഇൻഫെക്ഷൻ ഒക്കെ കാണും. അപ്പോൾ അത് വരെ, അല്ലാണ്ട് ബ്ലീഡിങ് കംപ്ലീറ്റ്ലി നിന്നതിന് ശേഷം വേണം നമ്മൾ പാപ്സ്മിയർ ചെയ്യാനായിട്ട് വരാനുള്ളത്. ഡോക്ടർ പറഞ്ഞില്ല നമ്മളിപ്പോൾ ഹൈജീനിക്കായിട്ട് പലരും നോക്കുന്നത് ഇതിന് നമ്മളിപ്പോൾ വജേന വാഷ് ചെയ്യുന്നതിനായിട്ട് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ സോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നവരുണ്ടാവാം, അതിന് വേണ്ടിയിട്ട് പ്രത്യേക എന്തെങ്കിലും സൊല്യൂഷനായിട്ട് നമുക്ക് വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ നമ്മൾ നോർമലായിട്ട് നമ്മുടെ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്താൽ മതിയോ? അത് പലരും ചോദിക്കാറുള്ളൊരു ഡൗട്ടാണ്. എന്നുവെച്ചാൽ ഇതൊക്കെ ഇപ്പം ഞാനിപ്പോൾ ഈ ഓപ്പണായിട്ട് ചോദിക്കുന്നത്, പലരും ഇത് സ്വന്തം വീട്ടിൽ പോലും പല പ്രശ്നങ്ങളും പറയാൻ മടിക്കുന്നവർ ഇന്നത്തെ കാലത്തുണ്ട്. എന്നാലും ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് സംസാരിക്കാറുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും മടിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു യൂസ്ഫുൾ ആയിരിക്കും. അതിനെ പറ്റിയിട്ടും കൂടെ ഒന്ന് പറയണം. വെജനൽ വാഷ് സൊല്യൂഷൻസ് പലതും കമേഴ്സ്യലി അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പക്ഷെ നമ്മളത് എല്ലാവരും റുട്ടീനായിട്ട് വേണമെന്ന് ചോദിച്ചാൽ റുട്ടീനായിട്ട് അതിൻ്റെ ആവശ്യമില്ല. സാധാരണ നമ്മൾ റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരാൾ, നല്ല ഹൈജീനിക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇപ്പോൾ റിക്കറൻറ്റ് ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ പെട്ടെന്ന് വളരെ ബാഡായിട്ടൊരു ഇൻഫെക്ഷൻ, നമ്മളിപ്പോൾ പുറത്ത് പോയി നമുക്ക് എസ്പെഷ്യലി ആളുകൾ ഇവിടെ വന്ന് പറയാറ് നാട്ടിൽ പോയിട്ട് വന്നപ്പം നാട്ടിൽ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സിവിയറായിട്ട് ഇൻഫെക്ഷൻ കൂടി. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ വാഷ് കൊടുക്കാറുണ്ട്. പക്ഷേ റുട്ടീൻ ക്ലീനിങ്ങിന് വേണമെന്ന് ചോദിച്ചാൽ നോട്ട് റിക്വയർഡ്. ഇപ്പോൾ മെനോപോസ് ടൈമിനെ പറ്റി പറഞ്ഞു. അതിനകത്ത് ഇപ്പോൾ നമ്മളെ ബോഡി ഭയങ്കരമായിട്ട് ഹീറ്റ് ആവുക, പിന്നെ വിഷമം, ടെൻഷൻ, ഒരുപാട് പ്രശ്നങ്ങൾ, അത് ലേഡീസ് ഒത്തിരി ഇങ്ങനെ പറയുന്നൊരു കാര്യമാണ്. ആ സമയത്തൊരു ഫാമിലി സപ്പോർട്ടൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ പലരും ഡിപ്രഷനിലോട്ട് പോലും പോകുന്നൊരവസ്ഥ ഉണ്ട്.
അപ്പോൾ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്ത് നമുക്ക് പലരും ചിന്തിക്കുന്ന അതോടുകൂടി നമ്മുടെ ലൈഫ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളെവിടെയെങ്കിലും ഒരു മൂലയ്ക്കിരുന്നാൽ മതി എന്നുള്ളൊരു രീതിയിൽ പോലും ഇപ്പോഴത്തെ കാലത്തും ആൾക്കാർ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ പലതും തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള വീട്ടമ്മമാരും ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, എന്ത് ടൈപ്പ് ഫുഡായിരിക്കും ആ സമയം നമുക്ക് കഴിക്കാൻ പറ്റുന്നത്, പിന്നെ ഇതിൽ നിന്നൊക്കെ നമുക്കൊന്ന് പെട്ടെന്ന് റിക്കവർ ആവാനായിട്ട് എന്തെങ്കിലും റെമഡി ഉണ്ടോ? ഞാൻ നേരത്തെ ഈ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ നമുക്ക് മെനോപോസ് എന്ന് പറയുമ്പോൾ അത് ഒരു നാച്ചുറൽ ഫിനോമിനാണ്. നമ്മളൊരു മെനാർക്കി ആകുമ്പോൾ തൊട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം, അതായത് ഒരു പ്രായം കഴിയുമ്പം സ്ത്രീകൾക്ക് പ്രത്യുൽപാദന ശേഷി കഴിയും. അതിനെയാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. ഓക്കെ, നാച്ചുറലി ഒക്കറിങ് ആവുന്നുണ്ട്. നമുക്ക് സഡനായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ കുറവ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സിംറ്റംസ് എല്ലാം വരുന്നതാണ്. ഇനി ഇത് പല സ്ത്രീകൾക്ക് പല രീതിയിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ചില ആളുകൾക്ക് ദേ ഡോണ്ട് മൈൻഡ്, ഒരു സിംറ്റമാറ്റിക്കേ അല്ല, അവർക്ക് ഒരു കംപ്ലയിൻറ്റും ഇല്ല, ഹാപ്പി ആയിട്ട് നടക്കും. എന്നാൽ കുറച്ച് ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുമുണ്ട്. അപ്പം അവരെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ സിംറ്റമായിട്ട് വരുന്നവരെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. അവർക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, കാർഡിയക് പ്രോബ്ലം ഉണ്ടോ, അതർവൈസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ളൊരു കറക്ഷൻ കൊടുക്കും. നമുക്ക് നാച്ചുറലി ഒക്കറിങ് കറക്റ്റബിൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈറ്റോ ഈസ്ട്രോജൻ കണ്ടെയ്നിങ് ഫുഡ് എന്ന് പറയും. അപ്പോൾ അതെന്ന് വെച്ചാൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ചേനയാണ്. നമ്മുടെ നാട്ടിൽ വളരെ കൂടുതൽ കിട്ടാവുന്ന ഒരു സംഭവമാണ് ചേന. അപ്പോൾ ചേന ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നമ്മൾ നന്നായിട്ട് കഴിക്കാൻ പറയും. ചേന, ക്യാരറ്റ്, പിന്നെ ഓറഞ്ച് ജ്യൂസ്, ഇതൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ്ലി നല്ല രീതിയിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി ഒക്കറിങ് ഫൈറ്റോ ഈസ്ട്രോജൻസ് ആണ് ഇതൊക്കെ. കുറച്ചൊക്കെ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ കറക്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ വൈറ്റമിൻ ഡി, കുറച്ച് നമ്മൾ ഹെൽത്ത് സ്റ്റൈൽ, ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നിർബന്ധമാണ്. ദിവസം ഒരു അരമണിക്കൂർ നമുക്കൊന്ന് നടക്കാൻ പറ്റുമെങ്കിൽ അത് നമുക്കൊരു ഭയങ്കരമായിട്ടൊരു ഹെൽപ്പിംഗ് ആണ്. പിന്നെ ഇതിനെല്ലാം മേലെയായിട്ട് നമ്മളെ മനസ്സിൽ നിന്ന് നമുക്ക് അങ്ങനെ ഒരു ഫീലുണ്ട് എന്നുള്ള സംഭവം മാറ്റുക. ഓക്കെ, എന്നിട്ട് നമ്മൾ കൂടുതൽ അങ്ങ് എനർജറ്റിക് ആവാൻ നമ്മളായിട്ട് ശ്രമിക്കുക. അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയേണ്ടത്. ഡോണ്ട് ഗെറ്റ് ഡിപ്രസ്ഡ്. അതൊരു അസുഖം അല്ല, അത് എല്ലാവരും മനസ്സിലാക്കണം. അതൊരു നാച്ചുറൽ ഫിനോമിന മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ അർത്ഥം അല്ല, യു ആർ ഗോയിങ് ടു ലിവ്, ദെർ ഈസ് ലൈഫ് ആഫ്റ്റർ മെനോപോസ്. അതുകൊണ്ട് ചെയ്യുന്ന നമ്മളൊരു ഫ്രീ ആയിരിക്കും മിക്കവാറും. മെനോപോസിൻ്റെ ഏജ് ആകുമ്പോൾ നമ്മൾ ശരിക്കും ഫ്രീ ആവും മിക്കവാറും. കുട്ടികളൊക്കെ മിക്കവാറും വലുതായി കഴിയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലൈഫ് ട്രൈ ടു എൻജോയ്. നമുക്ക് ഓരോ ലൈഫിൻ്റെ ഓരോ ഫേസും ഓരോരുത്തരും എൻജോയ് ചെയ്യാൻ നോക്കുകയാണ് വേണ്ടത്. പൊതുവേ ലേഡീസ് എന്നല്ല എനിക്ക് തോന്നുന്നത്, പൊതുവേ ആണുങ്ങളാണെങ്കിലും അവരൊക്കെ കുറേ ഈ ലേഡീസിനൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ എന്തായാലും ജെൻസ് ഉണ്ടാവും. അപ്പോൾ അവർ പറയുന്ന ഈ ഒരു മെനോപോസ് ടൈം ആയി കഴിഞ്ഞാൽ അവരെ വയസ്സായി അങ്ങനെ ഒരു മൂലയ്ക്ക് അടിച്ചിരുത്തുന്ന ഒരു ഇപ്പോഴും ഉണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്, ഇവിടെയും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അവർ പൊതുവേ അങ്ങ് ഒതുങ്ങിക്കൂടും. മക്കളുടെ കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനിയിപ്പം നമുക്കൊന്നും ചെയ്യാനില്ല നമ്മുടെ ലൈഫിൽ, പിന്നെ കുറേ പേര് പ്രാർത്ഥനയിലോട്ട് പോകും, അല്ലെങ്കിൽ അങ്ങനെ അവർ വീട്ടിൻ്റെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടാറാണ് പതിവ്. അപ്പോൾ ഇതൊന്നും അല്ല കാര്യം. നമ്മൾ പിന്നെയാണ് ശരിക്കും ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കേണ്ടത്. രണ്ടുപേരും പരസ്പരം എന്ന് വെച്ചാൽ ഹസ്ബൻഡും വൈഫും അവർക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം അതാണെന്ന് തന്നെയാണ് ഡോക്ടറുടെ അഭിപ്രായം. ദർ ഈസ് സംതിങ് കോൾഡ് ആൻഡ്രോപോസ് ഓൾസോ. അപ്പോൾ അത് ആക്ച്വലി ഇത് മെൻസിനും ഇത് ഡോക്യുമെൻറ്റഡ് ആണ്. ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് അത് കൂടുതൽ സ്റ്റഡീസും എമേർജ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ലേഡീസിനെ പോലെ തന്നെ അവർക്കും ഈ ഒരു ഫീലിങ്സും അവർക്കും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരും. അപ്പം നമ്മൾ മാത്രമല്ല ഡിപ്രസ്ഡ് ആവുന്നത്, ഈവൻ ദേ വിൽ ബി ഇൻ ദ സെയിം ബോട്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, യു ട്രൈ ടു എൻജോയ്. നമ്മൾ ഏത് ഫേസിലാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ ഫേസിൽ എൻജോയ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ചെയ്യാൻ പോവുക. പിന്നെ നമ്മൾക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ്സ് നമ്മൾ അതിൽ ഇൻവോൾവ് ആണെങ്കിൽ യു ഡു ഇറ്റ്. നമ്മളെപ്പോഴും ഇതിനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞിരിക്കാതെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് ട്രൈ ടു ഡീവിയേറ്റ് യുവർ മൈൻഡ്. അതായിരിക്കും ഏറ്റവും നല്ലൊരു അഭിപ്രായമായിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാ ലേഡീസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. ഈ സാധാരണ നാട്ടിലൊരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞാൽ ഉടനെ തന്നെ, നാട്ടിലെന്നല്ല എല്ലാവരും സ്വാഭാവികമായിട്ട് ഉടനെ ചോദിക്കും വിശേഷമൊന്നുമില്ലേ. അപ്പോൾ ആ കുട്ടി പ്രഗ്നൻ്റ് ആയില്ലെങ്കിൽ ഉടനെ തന്നെ ഫുൾ ആ കംപ്ലൈൻറ്റ് ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആവുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ പെൺകുട്ടിയുടെ കംപ്ലൈൻറ്റ് ഇല്ലാതെയും വരാറില്ല. ആണുങ്ങൾക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ടും ഈ കുട്ടി പ്രഗ്നൻ്റ് ആവാതിരിക്കാം. അപ്പോൾ അതെന്താണെന്നുള്ളതും കൂടെ ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരുപാട് പുകവലിക്കുന്നവർ, പിന്നെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഡ്രിങ്ക്സ് കഴിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ കുട്ടികളുണ്ടാവാനുള്ള ചാൻസ് കുറവാണോ? അവരെന്താണ് അതിന് ലൈഫ് സ്റ്റൈലിൽ ഒരു ചേഞ്ച് വരുത്തണം? ഒരു ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കപ്പിള് എൻ്റെ അടുത്ത് ആദ്യം വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു ലേഡി ഒറ്റയ്ക്ക് വന്നാൽ ഞാൻ ഒരിക്കലും അങ്ങനെ എൻ്റർടൈൻ ചെയ്യാറില്ല. ഐ ഓൾവേസ് സേസ് കം വിത്ത് യുവർ ഹസ്ബൻഡ്.
കാരണം ഒരിക്കലും ഒരു സ്ത്രീയുടെ പ്രോബ്ലം കൊണ്ട് മാത്രമാണ് ഒരു ഇൻഫെർട്ടിലിറ്റി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മെയിൽ ഫാക്ടർ മാത്രമായിരിക്കാം കോസ്, മെയിൽ മാത്രമാണ് കോസ്, ഫീമെയിൽ നല്ല രീതിയിൽ ഓവുലേഷൻ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ കപ്പിൾ വരുമ്പോൾ നമ്മളൊരു ജസ്റ്റ് ഒരു ഓറിയൻറ്റേഷൻ അവർക്ക് കൊടുത്തിട്ട് ഞാൻ ആദ്യം ചെയ്യിക്കുന്നത് മെയിൽ സെമൻ അനാലിസിസ് ആണ് മിക്കവാറും. കാരണം ചെയ്യിക്കാനുള്ള മെയിൻ കാരണം വളരെ ഈസിയാണ്, ചീപ്പറാണ്, നമ്മൾ വൺ ടൈം ഇൻവെസ്റ്റിഗേഷനാണ്. ഇപ്പോൾ അവരെ നോർമലാണെന്ന് കണ്ടാൽ പിന്നെ നമുക്ക് അവരെ വെറുതെ വിടാം. നമുക്ക് അതിലോട്ട് കൂടുതൽ ടൈം കൺസ്യൂമിങ്ങും അവരെ മിക്കവാറും ജോലി കഴിഞ്ഞ് വരുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അവരെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെയും ട്രീറ്റ്മെൻറ്റ് നമ്മളൊരു പ്രോപ്പറായിട്ട് ഗൈഡൻസിന് വേണ്ടിയിട്ട് ഈ യൂറോളജി ഇവാലുവേഷനും ട്രീറ്റ്മെൻറ്റിനെല്ലാം വിടാറുണ്ട്. വളരെ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, വളരെ മൈനർ പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ടാബ്ലറ്റ് ചിലപ്പോൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഐഡിയലി നമ്മൾ യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് വിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നാണ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം മെയിലിന് പ്രോബ്ലം കണ്ടുപിടിച്ച് കഴിഞ്ഞാലോ മെയിലിനാണ് പ്രോബ്ലം, ലേഡീനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. നമ്മൾ ലേഡീനെ അനാലിസിസ് ചെയ്യണം, അവരെ ഇവാലുവേറ്റ് ചെയ്യണം. ബേസിക്കലി അവർക്കും ചില ജനറൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്തിട്ട് കുറച്ച് ചില ആളുകൾക്ക് ബ്രസ്റ്റിൽ നിന്ന് സെക്രീഷൻ വരും, അപ്പോൾ അത് കാരണം ഒരു ഫെർട്ടിലിറ്റി ഇഷ്യൂ വരാം. അല്ലാന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യുമ്പോൾ ഈ ലൈക്ക് ദിസ് PCOD കാണാം, അല്ലെങ്കിൽ യൂട്രസിൽ ഫൈബ്രോയിഡ്സ് കാണാം, യൂട്രസിൻ്റെ അകത്ത് മുഴ വളരാം, പോളിപ്സ് അല്ലെ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത ശേഷമാണ്. അല്ലാണ്ട് എല്ലാവർക്കും നമ്മൾ ഒരേ പ്ലാൻ ഓഫ് ആക്ഷൻ ആർക്കും ഇല്ല. ഓരോ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻറ്റും നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് റെജീമായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. അത് അവരവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഡോക്ടർ വളരെ സന്തോഷത്തോടുകൂടി നമുക്ക് പറഞ്ഞു തന്നു. ഒരു ഗൈനക്കോളജിസ്റ്റിനെ എപ്പോൾ നമ്മൾ കാണണം എന്ന് തൊട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും UAE ആസ്റ്റർ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാലുണ്ട്. ഡോക്ടറോട് ചോദിച്ച സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടുത്തെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ അവിടെ തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് റൂമൊക്കെ ഒന്ന് കാണാം. ട്രീറ്റ്മെൻറ്റ് റൂമിനകത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യം അവരെ നമുക്ക് പരിചയപ്പെടാം. പേര് പറഞ്ഞു. എൻ്റെ പേര് ലിൻഡ ഡാനിയൽ. നാട്ടിലെവിടെ സ്ഥലം? ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിൽ. എൻ്റെ പേര് ലിബി എന്നാണ്. നാട്ടിൽ പത്തനംതിട്ടയിൽ നിന്ന്. ഇപ്പോൾ എത്ര വർഷമായി ഇവിടെ വന്നിട്ട് രണ്ടുപേരും? ഇപ്പോൾ 1 year ആയി. 3 year ആവുന്നു. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് ഈ ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് റൂം. പേഷ്യന്റ് IV ഫ്ലൂയിഡ് ഇട്ട് നമ്മുടെ ഇതാണ് നമ്മുടെ കൗച്ച്. ഓക്സിജൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ എമർജൻസി മെഡിസിൻ ആയിട്ട് നമ്മൾ ക്രാഷ് കാർഡ് ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡീഫിബും നമ്മൾ അത്യാവശ്യം വെച്ചിട്ടുണ്ട്. ECG മെഷീൻ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എമർജൻസി വന്നാൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എല്ലാ എക്യുപ്മെന്റ്സും ഞങ്ങളുടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സംശയങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ വളരെ സന്തോഷത്തോടു കൂടി അതിനുള്ള മറുപടി എല്ലാം പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് റൂമൊക്കെ കണ്ടു. ഇപ്പോൾ ഇവരെയൊക്കെ പരിചയപ്പെട്ടു. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു എപ്പിസോഡുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ ബൈ.